ഇവിടെ കുറച്ച് സമയം നൽകുന്ന ഒരു സംഭാഷണം അതിനുശേഷം നിങ്ങൾക്ക് ചോദിക്കാനുള്ള എല്ലാവരും ഞാൻ ഉത്തരം പറയുന്നതല്ല കാര്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഇതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എനിക്ക് എൻ്റെ മുമ്പിലേക്ക് ഒരു കാര്യം ഉറപ്പാക്കാനുള്ളത്, ഏറ്റവും വലിയ ചെയ്യുന്ന ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കും കാണുമ്പോൾ എനിക്ക് വലിയ അസൗകര്യം തോന്നുന്നു. അതുകൊണ്ട് അഥവാ ഞാൻ പറയുന്നത് ഇഷ്ടമാണെങ്കിൽ എന്നെ പുറത്ത് പോകുന്നതായിരിക്കും നല്ലത്. നമുക്ക് അഥവാ നാളെ അവസരമില്ല, ഞാൻ ഈ കഷ്ടപ്പെട്ട കളയാൻ ഇന്നലെ വന്നു ഇന്ന് ഇവിടെ എത്തി ഈ പ്രായത്തിൽ നിങ്ങളോട് സംബന്ധിക്കാൻ ഞാനും പറയുന്ന ബാക്കിലേക്ക് അപ്പം കുറച്ച് തന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു ഞാൻ പറയുന്നത് വലിയ പണ്ഡിതോചിതമായ അക്കാദമിക് നിലവാരമുള്ള കാര്യമൊന്നും ആയിക്കൊള്ളുന്നത്. പക്ഷേ ഏതാണ്ട് നല്ല 70 എത്തിനിൽക്കുന്ന ഒരാളാണ്, 20 വയസ്സായി. അപ്പം ജീവിതാനുഭവങ്ങൾ വലിയതാണ്. ജീവിതാനുഭവങ്ങൾ പട്ടിണി കിടന്നാൽ മാത്രമല്ല, അനുഭവങ്ങൾ പല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ ജോലി ചെയ്യാൻ കഴിയുന്നത്, അതുപോലെ അവരെ നിരീക്ഷിച്ചത്, ഇതൊക്കെ ഒരു കലയായാലും ശാസ്ത്രമായാലും ഒക്കെ നിരീക്ഷണങ്ങളാണ്. ഓരോരുത്തരുടെ നിരീക്ഷണങ്ങളും അതിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ വീണ്ടും മുന്നോട്ട് നയിക്കുന്നത് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ അവരോടൊപ്പം രാധാ മാഷായാലും ബാബുരാജായാലും എം ഡി ശ്രീനിവാസനായാലും എ.ടി. ഉമ്മറായാലും അവരൊക്കെ പാട്ടുകൾ പാടാൻ എനിക്ക് അവസരം ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ പാട്ടുകൾ പാടി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്നെ അറിഞ്ഞുകൊള്ളണമെന്നൊന്നുമില്ല. അത് നിങ്ങളുടെ നിരീക്ഷണത്തിൻ്റെ കുറവാണ്, എൻ്റെ നിരീക്ഷണം. ഞാൻ പക്ഷെ അവരോട് ബന്ധപ്പെടുമ്പോൾ അവരുടെ സംഗീതത്തിൻ്റെ ശൈലികൾ അതെങ്ങനെയാണ് അവരുടെ ശൈലി മലയാള സംഗീതത്തിന് മുതൽക്കൂട്ടായിത്തീരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ എൻ്റെ നിരീക്ഷണങ്ങളാണ്. ഞാനത് പുസ്തകങ്ങളായിട്ട് കേൾക്കുന്നത്. പക്ഷെ സംഗീതത്തിനെ കുറിച്ച് എഴുതുന്ന ധാരാളം പരിമിതികളുണ്ട്. കാരണം അത് അമൂർത്തമായ കലയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഒരു പാട്ട് എങ്ങനെയാണ് എത്തുന്നതെന്ന് നമ്മൾ വിഷ്വലിലേക്ക് പോകുമ്പോൾ, ഒരു പാട്ട് വിഷ്വലിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതൊരാളുടെ വിഷ്വലാണ്. ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒരാളുടെ മനസ്സിലുണ്ടാകുന്ന വിഷ്വലാണ്. പക്ഷെ നിരവധി വിഷ്വൽ എഴുതുകളെ അത് തകർത്ത് കളയുന്നുണ്ട് എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട്. അപ്പോൾ കണ്ണീര് സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞൊരു പാട്ട് കൊണ്ട് പാടി ടീച്ചറിന്റെ മകൻ പാടി. അപ്പോൾ ആ പാട്ട് കണ്ണീരും സ്വപ്നങ്ങളും വിൽക്കുവാനായി വന്നവന് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും ബാക്കിൽ ഇരുന്നിട്ട് ആ കുട്ടികളൊന്നും ഉണ്ടായിരിക്കുകയോ പുറത്തു പോകണം. ഇത് പറയുന്നത് തെറ്റിദ്ധരിക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും പോകുമ്പോൾ ഞാൻ കുറേ ശത്രുക്കൾ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. എൻ്റെ അമ്മ പറയാറുണ്ട്. ഇന്നും കുറേ ശത്രുക്കളെ ചുറ്റൂരി ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. പക്ഷെ എനിക്കത് വലിയ അവസരം തോന്നുന്നു. ഞാൻ അധ്യാപകനായിരുന്ന ആളല്ല, അതുകൊണ്ട് എനിക്ക് സഹിച്ച് ശീലമില്ലാത്ത ഞാനൊരു വാട്ടർ അതോറിറ്റിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. പണ്ട് ഈ മല്ലികാർജുൻ മൻസൂർ എന്ന് പറയുന്ന ഒരു വലിയ ക്ലാസിക്കൽ മ്യൂസിഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം കച്ചേരിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ടാവും. ആദ്യം തുടക്കത്തിൽ കച്ചേരിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പുള്ളി ശ്രുതിയൊക്കെ ചേർത്ത് ഒരു വീട് വരും. കച്ചേരിക്ക് നമ്മൾ പരിപാവനമായ സ്ഥലങ്ങൾ നമ്മൾ നോക്കും, പക്ഷെ വേദി ഇരുന്നിട്ടും വീട് വരും. എന്നിട്ട് ആളുകളോട് സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കളയുക. എന്തിനാണെന്നറിയാം? മുസ്ലിം ആളുകൾ പോയിക്കോട്ടെ വിചാരിച്ചില്ല. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വരെ വേണമെങ്കിൽ അദ്ദേഹം പാടും. അത് താല്പര്യമുള്ളവർക്ക് മാത്രമേ കളിക്കുന്ന പ്രസക്തിയില്ല, അല്ലാത്തവർക്ക് ഒരു പ്രസക്തിയില്ല. അതുകൊണ്ട് കുറച്ച് സമയം എനിക്ക് വേണ്ടി തരിക എൻ്റെ ഒരു അഭ്യർത്ഥന കൂടിയാണ്. ഞാൻ പറഞ്ഞു വന്നത് വിഷ്വലുകൾ എന്ന് പറയുന്നത് സാധാരണ ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ടുള്ളത് കളാം. പിന്നെ വിഷ്വൽ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന വിഷ്വലാണ്. ഇപ്പോൾ താരകങ്ങൾ നിന്റെ കണ്ണയിൽ പ്രേമപൂജാ മാലികകൾ താഴെ നിൽക്കും എൻ്റെ കണ്ണിൽ ബാഷ്പഭാരമല്ലോ എന്ന് പറയുന്നത് ഒരു 2 വർഗത്തിലുള്ള 2 ജീവിതത്തിലുള്ള ആളുകളാണ്. നിന്റെ കണ്ണിൽ അത് പ്രേമപൂജാ മാലികകളാണ്, നക്ഷത്രങ്ങൾ. പക്ഷെ എൻ്റെ കണ്ണിൽ അത് പാലിൻ്റെ ഈ ലോകത്തിൻ്റെ ബാഷ്പഭാരമല്ലോ എന്ന് പറയുമ്പോൾ
നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? നമുക്കറിയാം എന്ന് പറയുന്ന ഒരാളെ തന്നെ നമുക്കറിയാമോ? അത് വലിയ വിഷയമില്ല. ഞാനിപ്പോൾ ഒരാളെ അറിയാമെന്ന് പറയുന്നത് എനിക്ക് വാസ്തവനായ നിങ്ങൾക്ക് അറിയാം, പക്ഷെ എനിക്ക് വാസ്തവനായ കൃതികൾ വായിച്ചിട്ടുണ്ടോ എന്ന് വരുമ്പോൾ സംശയമാണ്. പിന്നെ എങ്ങനെയാണ് അറിയുന്നത്? ഒരാളെ പേര് കൊണ്ട്, അല്ലെങ്കിൽ പേര് പലതരത്തിൽ ഇപ്പോൾ ആക്കാം. ഞാൻ പേര് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ക്രൈം ചെയ്താൽ ഞാൻ അറിയപ്പെടാം. അങ്ങനെയല്ലാതെ അവരുടെ സംഭാവനകളിലൂടെ, അവരുടെ ക്രിയേറ്റിവിറ്റിയിലൂടെ അറിയാൻ വേണ്ടിയുള്ള, അതിനുവേണ്ടിയാണ് വാസ്തവത്തിൽ ഇതുപോലെ ചടങ്ങുകളൊക്കെ വയ്ക്കുന്നത്. അല്ലാതെ ഈ എന്നെ പരിചയപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ അനുഭവങ്ങളായിട്ട് ബന്ധപ്പെടുകയാണ്. ഇത്രയും ദീർഘകാലത്ത് എൻ്റെ ഈ മേഖലയിലെ അനുഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു സാർ പറഞ്ഞുകൊണ്ടൊരു പാട്ട് പാടാം. ആ പാട്ട് അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പാട്ടുകൾ വരും ധാരാളം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറേ പ്രായമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ പാട്ടിൽ വരുന്ന നിങ്ങളൊക്കെ പുതിയ കുട്ടികളാണ്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഒരു ജഡ്ജൊക്കെ ഇരിപ്പുണ്ടാവും. മലയാളികൾ ഇപ്പം അങ്ങനെയാണ്. മലയാളികൾ ആസ്വാദകന്മാരല്ല, എല്ലാവരും ജഡ്ജസാണ്. ഇത് 3.25 കോടി 3.5 കോടി വിധികർത്താക്കൾ ഉള്ളതിൽ പാർക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. കാരണം എല്ലാവർക്കും ശ്രുതി പോയി, താളം പോയി, മറ്റേ അത് പോയി, ഇത് പോയി, ഇതൊക്കെയാണ് സംഗതി പോയി ഒക്കെയാണ്. അങ്ങനെയല്ല, നമുക്ക് 70 വയസ്സ് ഒരാൾക്ക് ശരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കാം. ഞാനൊരു ഗന്ധർവനൊന്നും അല്ലല്ലോ, ഞാനൊരു പാവപ്പെട്ട സാധാരണ മനുഷ്യനാണ്. ഈ ഭാസ്കരനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കൊരു പാട്ട്, നിങ്ങൾ ആരും ഒരുപക്ഷെ കേൾക്കേണ്ട ഒരു പാട്ടാണ് ഞാൻ പാടുന്നത്. അത് സിനിമാ പാട്ടല്ല. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പല കാര്യങ്ങളും, അദ്ദേഹത്തിൻ്റെ പല സമീപനങ്ങളും, അദ്ദേഹത്തിൻ്റെ പല ഇമേജിനറികളും ഒക്കെ ഈ ഭാസ്കരൻ മാസ്റ്റർ പാട്ടിൽ കാണുന്നില്ല. ഈ കണ്ണീരും സ്വപ്നങ്ങളും എന്ന് പറയുന്നത് തന്നെ അതാണ്. അപ്പൊ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ കുറച്ച് വരികൾ, അത് ആകാശവാണി കോഴിക്കോട് നിലയം ടാഗോർ ജന്മശതാബ്ദി ആഘോഷിച്ച സമയത്ത് അവിടെ കുറേ ഗീതാഞ്ജലിയിലെ ഭാഗങ്ങൾ തർജ്ജമ ചെയ്ത് ജയശങ്കർ മുന്നിൽ ആളുകൾ തർജ്ജമ ചെയ്ത ഭാഗങ്ങൾ ഒക്കെ കെ രാഘവ മാഷും അതുപോലുള്ള ചില മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ കമ്പോസ് ചെയ്തിട്ട് അവതരിപ്പിച്ചത്. അതിൽ പി ഭാസ്കരൻ ഒരു ഭാഗം തർജ്ജമ ചെയ്തത് ഒരു പാട്ടായി നമുക്കിപ്പോൾ അറിയാം. നമുക്ക് ആകാശവാണിയിൽ പാടിയത് കോഴിക്കോട് അബ്ദുൽ ഖാദറാണ്. 1950-ലാണ് കോഴിക്കോട് ആകാശവാണി ആരംഭിച്ചത്. ഈ വർഷം കോഴിക്കോട് ആകാശവാണിയുടെ 75-ാം വർഷമാണ് ആഘോഷിക്കുന്നത്. അപ്പം അവിടെ വലിയ മഹാരഥന്മാരുണ്ടായിരുന്നു. ഞാനത് അറിവിന് വേണ്ടി പറയാം. ആ കാലഘട്ടത്തിൽ അക്കിത്തം അവിടെയായിരുന്നു. തിക്കോടിയൻ, ഉറൂബ്, പി ഭാസ്കരൻ, കെ രാഘവൻ, കെ പി ഉദയഭാനു, ശാന്ത പി നായർ, പത്മനാഭൻ നായർ, കൊടുങ്ങല്ലൂർ, എൻ കർണാട്, ഇവരൊക്കെ ഒരുമിച്ച് യു എ ഖാദർ ഒക്കെ എല്ലാവരും ഓഫീസ് സംഘടിപ്പിച്ചു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്ന് വന്നൊരു പാട്ടാണ്. പാടാനോർത്തൊരു മധുരിത ഗാനം പാടിയതില്ലല്ലോ ഞാൻ, പാടിയതില്ലല്ലോ കൈവീണ മുറുക്കിയൊരുക്കി കാലം പോയല്ലോ, വെറുതെ കാലം പോയല്ലോ. ഞാൻ പാടാനോർത്തൊരു മധുരിത ഗാനം പാടിയതില്ലല്ലോ
രാഗം ശരിയായില്ല താളം പാട്ടിൻ വാക്കുകൾ തെറ്റിടുമല്ലോ പരവശമാനന്ദം ഞാൻ പാടാനോർത്തൊരു മധുരിത ഗാനം പാടിയതില്ലല്ലോ ഞാൻ പാടിയതില്ലല്ലോ പാടണമെന്നൊരു വെമ്പലിലിങ്ങനെ വാടുകയാണ് ജീവൻ പാടണമെന്നൊരു മോഹം കരളിൽ കൂടുകയാണ് അതിവേഗം ഞാൻ പാടാനോർത്തൊരു മധുരിത ഗാനം പാടിയതില്ലല്ലോ ഞാൻ പാടിയതില്ലല്ലോ കയ്യിലെ വീണ മുറുക്കിയൊരുക്കി കാലം പോയല്ലോ വെറുതെ കാലം പോയല്ലോ ഞാൻ പാടാനോർത്തൊരു മധുരിത ഗാനം പാടിയതില്ലല്ലോ ഞാൻ പാടിയതില്ലല്ലോ. ഈ പാട്ട് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. അതായത് നമ്മളാരും പാട്ടെന്നോ ഗാനമെന്നോ എടുക്കണ്ട. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയോ കരുതി വെക്കുന്നു, അതൊന്നും ചെയ്തില്ലല്ലോ. കയ്യിൽ വീണ മുറുക്കി ഒരുക്കി കാലം പോയി. ഇപ്പോൾ 2-3 കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസിലെ മലയാളത്തിലും സംഗീതത്തിലൊക്കെ സ്റ്റഡീസ് കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ പോകും. അപ്പോൾ നിങ്ങൾ കാലത്തിലിങ്ങനെ മുറുക്കി വെച്ച വീണയുമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ കാലം കഴിഞ്ഞു പോകും. എന്നിട്ടും ഞാൻ പാടാനോർത്ത മധുരിത ഗാനം പാടിയതില്ലല്ലോ. പിന്നെ മറ്റൊരു കാര്യം, സംഗീത വിദ്യാർത്ഥികളെ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പാടണം എന്നൊരു വെമ്പൽ, ഈ പാടണമെന്ന വെമ്പൽ ആർക്കാണ്? പാട്ട് പാടാൻ അറിഞ്ഞുകൂടാത്തവർക്കാണ്. അവർ മ്യൂസിക് ബിഎക്കും പഠിച്ചിട്ടില്ല, അവർ ഗാനഭൂഷണത്തിന് പഠിച്ചിട്ടില്ല, അവരൊന്നും പഠിച്ചില്ല. പക്ഷേ ആ പാടണമെന്ന വെമ്പൽ, സമൂഹത്തിൻ്റെ പാടണമെന്ന വെമ്പലാണ് നമ്മളെ പാട്ടുകാരാക്കുന്നത്, അല്ലേ? ആ വെമ്പൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അവർക്ക് കൂടി പാടണമെന്ന് തോന്നുക, ആ പാടണമെന്ന് തോന്നാൻ പാടാൻ പറ്റാതാവുക. അവരവരുടെ രീതിയിൽ പാടണം. പക്ഷെ അവർ പറയക്കറിയാവുന്ന ഞാൻ പാടുന്നത് ശരിയല്ല അവർക്കറിയാം. പക്ഷേ അവർ ആ പാടണമെന്ന വെമ്പൽ അവരുടെ ഉള്ളിലുണ്ടാവും. ആ വെമ്പൽ എന്ന് ഈ സമൂഹത്തിൽ ഉള്ളത് കൊണ്ടാണ് ഞാനൊരു പാട്ടുകാരനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, എന്നെ നിങ്ങൾ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾ ശ്രമിക്കുന്നത്. ഇത് ഭാസ്കര മാഷ് അല്ലെങ്കിൽ ടാഗോർ, ഇങ്ങനെ പല നമുക്കൊരു പാട്ട് വെച്ചുകൊണ്ട് എത്ര കാര്യങ്ങളിലേക്ക് വിശകലനം ചെയ്തു പോകാമെന്ന് ആലോചിക്കുക. നമ്മൾ പലപ്പോഴും സിനിമയിലെ പാട്ടുകളെ ഈ ഭാസ്കരനൊന്നും നമ്മൾ പറയാറില്ല. നമ്മൾ യേശുദാസിൻ്റെ പാട്ട്, ദാസേട്ടൻ്റെ പാട്ട്, ഗാനകി അമ്മയുടെ പാട്ട്, ചിത്ര ചേച്ചിയുടെ പാട്ട്, ഇങ്ങനെ പലരെയും നമുക്ക് യാതൊരു ബന്ധമില്ലാത്തവരെയൊക്കെ നമ്മൾ എന്നിട്ട് നമ്മൾ വയലാർ രാമമ്മയെ വയലാറേട്ടനൊന്നും വിളിക്കാറില്ല, വയലാറിനെ പറയാം ഈ ഭാഷ. എന്നാൽ പിന്നെ അവരെയും കൂടി വിളിച്ചാൽ എന്താണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. എന്താണിപ്പോൾ ശ്രീകുമാരൻ തമ്പിയെ വിളിക്കുള്ളൂ, ONV ഗ്രൂപ്പിനെ ONV ഗ്രൂപ്പിൻ്റെ പാടുള്ളൂ. എന്നിട്ട് മറ്റൊരൊക്കെ ഏട്ടൻ, ചേച്ചി, പിന്നെ മൈലി, കുയിലി, ഗന്ധർവൻ, മറ്റേ പാപകായകൻ എന്നൊക്കെ വിളിക്കും. പക്ഷേ നമ്മൾ ഇവരെ വിളിക്കില്ല. അതാണ് മലയാളിയുടെ സ്വഭാവം. നേരെ ചെന്നൈയിൽ ചെന്നൊക്കെ അവർ ഇളയരാജയെ വിളിക്കുന്ന ഇശി മന്നനൊക്കെയാണ് ഈണങ്ങളുടെ രാജാവ്. കവിഞ്ഞ കണ്ണദാസനാണ് അവർ പറയുന്നത്. നമ്മൾ ഇവിടെ
ഈ സാധാരണ ഈ ആക്രി വെറുക്കാൻ വരുന്ന തമിഴനെ നോക്കിയിട്ട് അവരുടെ സംസ്കാരം നിശ്ചയിക്കുന്നത്. അവൻ വലിയ സംസ്കാരമായിട്ട് ബംഗാളീസ് നോക്കി നിങ്ങൾ ടാഗോറാണ് ഇപ്പോഴും അവിടുത്തെ ഫസ്റ്റ് പേഴ്സൺ. ഒരു രാഷ്ട്രീയ നേതാവുമില്ല. ഒന്നാമത്തെ ആൾ ടാഗോറാണ്. രണ്ടാമത്തെ ആള് പലർക്കും സത്യജീവിതരായാണ്. ഇവിടെ നമുക്ക് കുമാരനാശ ഒന്നാം സ്ഥാനത്ത് എപ്പോഴെങ്കിലും വരുമോ? മലയാള വിദ്യാർത്ഥികളുടെ എപ്പോഴെങ്കിലും കുമാരനാശൻ നമ്മൾ കേരളത്തിൻ്റെ ഒന്നാമത്തെ ആളാണെന്ന് പറയുമോ? ഇല്ല. നമ്മൾ അതിനേക്കാൾ താങ്കളുടെ സിനിമാ പാട്ടിലേക്ക് എപ്പോഴുള്ള ആളുകളൊക്കെ പറയും. എന്നാൽ പോലും അത് പറയില്ല. അതാണ് മലയാളി സ്വഭാവം. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഞാനിങ്ങനെ പറയുന്നത് എങ്ങനെ നമ്മുടെ ശ്രീവത്സ ഭാഷ കുറേ ബോറടിപ്പിച്ചാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. പി ഭാസ്കറിനെ കുറിച്ച് സാർ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു പാട്ട് പെട്ടെന്ന് ഞാൻ ഈ പാട്ട് ഞാൻ പാടാൻ ഉദ്ദേശിച്ചില്ല. പക്ഷെ സാർ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അത് പാടാമെന്ന് വിചാരിച്ചല്ലോ. അവിടെ ഓർമ്മിച്ച് ഞാൻ പറയാം. എനിക്ക് കുറേ പാട്ടുകൾ ഇങ്ങനെ അറിയാം. പുസ്തകമൊന്നും നോക്കണ്ട. ഇപ്പോൾ ഞാൻ കുറേ പാട്ടുകളുടെ ഈരണ്ട് വരിക പഠിക്കാൻ ശ്രമിച്ചു. എന്തെങ്കിലും നോക്കിക്കൊണ്ടാണ് പഠിക്കുന്നത്. അത് തന്നെ വേണമെങ്കിൽ കണ്ടുപിടി നിങ്ങൾക്ക് പഠിച്ചു വെച്ചത് കുഴപ്പമില്ല. കാരണം ഭാവിയിൽ പ്രയോജനപ്പെടും ഒരുപാട്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ ഒരു കവിയെ എഴുതി കാണിക്കുന്നുണ്ട്. ഒരു കവിയായിരുന്നു, അത് അധ്യാപകനായിരുന്നു. അദ്ദേഹം എന്നെ പി കുഞ്ഞിരാമനായരുടെ കവിതകളൊക്കെ ചൊല്ലി പഠിപ്പിക്കുമായിരുന്നു. അപ്പം വാസ്തവത്തിൽ ഞാൻ ഒരു പാട്ടിലേക്ക് വരുന്നത് തന്നെ ആ മലയാള കവിതകളുടെ ആ ഒരു വൃത്താധിഷ്ഠിതമായ ഒരു ഈണത്തിലൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മറ്റൊരു സംഗതി നമ്മുടെ സന്ധ്യാനാമം ചൊല്ലുന്നതിലൂടെ. അന്ന് ഇതുപോലെ സൗകര്യങ്ങളൊന്നുമില്ല. റേഡിയോ തന്നെ എൻ്റെ വീട്ടിലില്ല. അച്ഛനമ്മയും അധ്യാപകരായിട്ട് ഒരു റേഡിയോ വാങ്ങി വെക്കാൻ പറ്റാത്തൊരു സാമ്പത്തിക സ്ഥിതിയായിരുന്നു നമുക്ക്. നമുക്ക് റേഡിയോ എന്ന് വെച്ചാൽ ഇപ്പോൾ പോയി വാങ്ങിച്ചു തരും. നമ്മുടെ ഫോണിലുണ്ട്, എന്തുണ്ട്. പക്ഷേ അന്ന് അങ്ങനെയല്ലായിരുന്നു. അന്ന് ഈ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തൊക്കെ അച്ഛൻ എന്നെ പഠിപ്പിക്കുന്നത് സ്കൂൾ എഴുതുന്നോത്സവത്തിന് പദ്യം ചൊല്ലലിൽ സമ്മാനം കിട്ടാനൊന്നുമല്ല, വെറുതെ പഠിപ്പിച്ചു വയ്ക്കുകയാണ്. കുറെ ചൊല്ലി പഠിപ്പിക്കുകയാണ്. അച്ഛൻ നല്ല ചൊല്ലുമായിരുന്നു. ഇപ്പം പങ്കം അത് മഹാബലിയുടെ വരികളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്. പങ്കം തേടി ചന്തായി മാറ്റി ചെന്താമര മുട്ട് പോലെ കുങ്കുമച്ചെപ്പുമായി സാന്ധ്യ സുഷമ വന്നു. തെളിനീല ഗഗനത്തിൻ നറവാതിൽ തുറന്നേതോ കളഭച്ചെപ്പുമായി രജനി വന്നു. മുകിലുകൾ മേയും കുന്നിൻ ചരിവിലൊരമ്പലമുണ്ടല്ലോ. അമ്പല നടുവിൽ പന്തലിരുന്നൊരു മാമരമുണ്ടല്ലോ. ഹൃദയം പൊട്ടിയ കവിത കണക്കപ്പാൽ പുഴയൊഴുകുമ്പോൾ ദിവ്യരസാനുഭവത്തിൽ മതിച്ച കവുങ്ങുകളാടുമ്പോൾ. ഇത് സംഗീതം പഠിച്ചിട്ടോ ഒന്നുമല്ല. മലയാളത്തിൻ്റെ തനതായ നൃത്തങ്ങളിലെ ഒരു ഈണം അക്കാലത്തുണ്ടായിരുന്നു. ഇന്ന് നമ്മളത് മാറ്റിയിട്ട് നൃത്തങ്ങളെ താളാധിഷ്ഠിതമാക്കുന്നതിന് പകരം അത് ഈ സംഗീതക്കാരെല്ലാം കൂടി ചേർന്നിട്ട് അത് രാഗാധിഷ്ഠിതമാക്കി കളഞ്ഞു. അതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആകാശവാണിയാണ്. ആകാശവാണിയാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തതും നശിപ്പിച്ചതും ആകാശവാണിയാണ്. കാരണം ഇതിനൊക്കെ കുറേ പദ്യങ്ങൾ എടുത്തിട്ട് അവരുടെ സംഗീത നിലയ വിദ്വാൻമാരുടെ കയ്യിൽ കൊടുക്കും. അപ്പൊ അവരത് രാഗം വെച്ചിട്ട് പാടും. പങ്കം തെളിച്ചതായി മാറ്റി പങ്കം തെളിച്ചതായി മാറ്റി ഇടയ്ക്കൊക്കെ കൂട്ടി ചെന്താമരമൊട്ട് പോലെ കുങ്കുമച്ചെപ്പുമായി സാന്ധ്യ സുഷമ വന്നു. പക്ഷെ അന്നത്തെ ബേസിക് ട്രഡീഷണൽ ഈണം പങ്കം തേടി ചന്തായി മാറ്റി ചെന്താമരമൊട്ട് പോലെ കുങ്കുമച്ചെപ്പുമായി സാന്ധ്യ സുഷമ വന്നു. ഇപ്പൊ ഞാൻ ഇത് പാടുമ്പോൾ തന്നെ ഇവിടുത്തെ സംഗീത വിദ്യാർത്ഥികൾ ആലോചിക്കുന്നത് ഏത് രാഗത്തിലായിരിക്കും. സത്യം അതാണ് നമ്മുടെ ഈ ശാഖയെ നശിപ്പിക്കാനൊരു കാരണം. കാരണം രാഗത്തിൽ പോയി വഴിമുട്ടി നിൽക്കുകയാണ് നമ്മുടെ എല്ലാ ആലോചനകൾ. അവിടെ നമ്മോട്ടേക്കില്ല. ഈ ഞാൻ ഒരു ടോർച്ച് അടിച്ച് ഈ ചുവരിൻ്റെ മീതെ അതിൻ്റെ വെളിച്ചം തന്നു.
അതിൻ്റെ അർത്ഥം അതിനപ്പുറത്ത് യാഥാർത്ഥ്യമില്ല എന്നല്ല. ഞാൻ കാണുന്നത് ഇവിടെ നിലയിൽ മാത്രം. നിങ്ങൾ പഠിത്തത്തിൽ മുമ്പ് ഉപയോഗിക്കേണ്ടതാണ്. ടീച്ചർ പറഞ്ഞിരുന്നത് ഒരു ടോർച്ച് മാത്രമാണ്. ആ ടോർച്ച് ഒരു സ്ഥലത്ത് പ്രതലത്തിൽ തട്ടുന്നു വെളിച്ചം. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നു ഇതാണ് സത്യം. നിങ്ങളല്ല ഞാനുമല്ല അങ്ങനെ തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ അപ്പുറത്താണ് ഒരുപക്ഷെ ഭീകരമായ യാഥാർത്ഥ്യങ്ങൾ, വളരെ വേദനാജനകമായ യാഥാർത്ഥ്യങ്ങൾ, സൗന്ദര്യാത്മകമായ യാഥാർത്ഥ്യങ്ങൾ ഒക്കെ അതിനപ്പുറത്തേക്ക് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അവിടെ വരെ കാണിച്ചു തരാൻ ആണ് ടീച്ചേഴ്സ്. അതിനപ്പുറത്ത് കാണാൻ നമ്മളുടെ നിരീക്ഷണപ്പെടുത്തും ആവശ്യമാണ്. അതാണ് ഈ എന്നെപ്പോലുള്ള ആളുകൾ ഇവിടെ വരുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് എന്ത് തരും നോക്കിയിട്ടൊന്നുമല്ല. അതിന് ടീച്ചറോട് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. തരുമെന്നറിയില്ല. അപ്പം അതേയല്ല, കാരണം എനിക്ക് ഈ പുതിയ തലമുറയോട് സംവദിക്കാനുള്ള ഒരു താല്പര്യം കൊണ്ട് കൂടിയാണ്. ഇങ്ങനെയാണ് നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾക്ക് അറിയാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ബി ഭാസ്കറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഞാൻ എൻ്റെ ഈ പുസ്തകത്തിനെ പറ്റി ഇവിടെ ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞു. അത് ബി ഭാസ്കറിന്റെ ജന്മശതാബ്ദി വർഷമായിരുന്നു കഴിഞ്ഞ ഈ 25 ഏപ്രിൽ കൊല്ലം. അദ്ദേഹം ജനിച്ചിട്ട് 100 വർഷം കഴിയുന്ന കൊല്ലം. ആ സമയത്ത് ഞാൻ 100 പാട്ടുകൾ പാടിയിട്ട് അദ്ദേഹത്തിന് സമർപ്പിക്കുക എന്നൊരു പദ്ധതിയായി ഇട്ടിരുന്നത്. പക്ഷെ അത് നിർഭാഗ്യവശാൽ 70 പാട്ടായപ്പോൾ തന്നെ എനിക്ക് ചില പേഴ്സണലായ വിഷയങ്ങളൊന്നും പാട്ടാറിനോടാക്കുന്നില്ല, കുറേ അസൗകര്യങ്ങൾ കൊണ്ടുപോയിട്ടു. 78 പാട്ടുകളൊക്കെ ഞാൻ അതിൽ പാടിയിട്ടുണ്ട്. പക്ഷെ അതിൽ 50 എണ്ണം തിരഞ്ഞെടുത്തിട്ട് ഒരു പുസ്തകമാക്കാനുണ്ടായിരുന്നു. അതേക്കുറിച്ച് ഒരു എഴുത്തും. അത് ഈ QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ പാടിയിട്ടുള്ളതും ഇതുപോലെ ശ്രുതി വെച്ചിട്ട് മാത്രം പാടിയിട്ടുള്ളത് കേൾക്കുകയും ഓർക്കസ്ട്ര ഇതിനകത്ത് പാടിയ പോലെ ഇതൊന്നുമില്ല, കരോക്കെയോ അങ്ങനത്തെ പക്കളങ്ങളൊന്നും ഇല്ലാതെ വെറുതെ കേൾക്കാം. ഇപ്പൊ പി ഭാസ്കർ എന്ന് പറഞ്ഞൊരു വിഷയം വരുമ്പോൾ എന്താണ് നമ്മൾ ആലോചിക്കുന്നത്? അദ്ദേഹം ഒരു സിനിമാ പാട്ട് എഴുത്തുകാരനാണ് എന്നതാണോ പ്രധാനം? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്താണ്? നമ്മൾ ഒരു ജന്മവർഷ ശതാബ്ദി ആഘോഷിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ്? അങ്ങനെ എത്രയോ ആളുകളുടെ ജന്മശതാബ്ദി കഴിഞ്ഞുപോയി. സിനിമയിൽ പാട്ട് എഴുതിയ ആളുകളുടെ മാത്രമാണോ നമ്മൾ ആഘോഷിക്കുന്നത്? കുമാരനാശാന്റെ കാര്യങ്ങൾ പണ്ട് ആഘോഷിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള വ്യത്യസ്ത ഘട്ടങ്ങളാണ്, അല്ലെങ്കിൽ വ്യത്യസ്ത അനുഭവങ്ങളാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയായും പിന്നീട് കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായും അത് കഴിഞ്ഞിട്ട് സിനിമക്കാരനായും പാട്ടെഴുത്തുകാരനായും ഇങ്ങനെ ദീർഘകാല പത്രാധിപരായും പ്രൊഡ്യൂസറായും ഡയറക്ടറായും സ്ക്രിപ്റ്റ് റൈറ്ററായും ഒക്കെയുള്ള ദീർഘകാലത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയാണ് മലയാളിയെയും സൗന്ദര്യവൽക്കരിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. സ്വാതന്ത്ര്യസമര സേനാനി ആയെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ എഴുത്തുകാരിൽ സ്വാതന്ത്ര്യസമര പെൻഷൻ വാങ്ങിയ 2 എഴുത്തുകാരാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. ഒന്ന് വൈക്കമോട് ബഷീറുമാണ്, ഒന്ന് പി ഭാസ്കരനാണ്. വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കത് അന്വേഷിക്കാം. സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളുണ്ട്. നമുക്ക് ആ പാട്ടറിയില്ല. മഞ്ഞണിഞ്ഞ മാമല എന്ന് പറഞ്ഞൊരു പാട്ട് മാപ്പിളപ്പാട്ട് ഇനത്തിൽ 1929 മാപ്പിള കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എഴുതുകയും ആ പാട്ട് കണ്ടുകിട്ടുകയും അതിൻ്റെ പേരിൽ അദ്ദേഹം ജയിലിലടക്കപ്പെടുകയും ആ പാട്ട് അച്ചടിച്ച പത്രം കണ്ടുകിട്ടുകയും ചെയ്തു. വേറെ ആളെ പറഞ്ഞു അങ്ങനെ. ഇനി ഐക്യ കേരളം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവുന്നു. ഐക്യ കേരളം എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? കേരളത്തിൽ എല്ലാവരും ഐക്യപ്പെട്ട് ജീവിക്കാന്നുള്ളതല്ല. അറിയാമോ? എല്ലാവർക്കും അറിയാമോ? ആർക്കറിയാം ഐക്യ കേരളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നേതാക്കന്മാരൊക്കെ ഉണ്ടാവുമല്ലോ ഇതിനകത്തില്ലേ, ഈ വിദ്യാർത്ഥി നേതാക്കന്മാരൊക്കെ ഉണ്ടാവില്ല, അവർ അറിഞ്ഞിരിക്കണേ ഐക്യ കേരളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മാഷൊക്കെ പോയി ഇടക്ക് മാഷാവുന്നുണ്ട്. ഐക്യ കേരളം എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും കൂടി ചേർന്ന് കേരളം ഒരു സംസ്ഥാനമായിട്ട് ഭാഷാ സംസ്ഥാനമായി രൂപപ്പെടുന്നതിനെ കുറിച്ചുള്ള സ്വപ്നമാണ്. അങ്ങനെ ആയിരുന്നില്ല. ആ കാലഘട്ടത്തിലും ഭാസ്കര മാസ്റ്റർ പാട്ടുകളുണ്ട്. അതാണ് ഐക്യ കേരള ഗാനം എന്നാണ് അതിൻ്റെ പേര്. ഐക്യ കേരള എന്താ പാട്ട്? പദം
ഉറച്ചു നാം പാടി പാടി പോവുക. പാരിലൈക്യ കേരളത്തിൻ കാഹളം മുഴക്കുവാൻ നവം നവരണങ്ങളിൽ നമ്മൾ തൻ ത്യാഗങ്ങളിൽ നാം രചിക്കുമ പുതിയ കേരളം മനോഹര. പദം പദം ഉറച്ചു നാം പാടി പാടി പോവുക. ഇത് കേരളത്തിൽ അക്കാലത്ത് അലയടിച്ചിരുന്നൊരു പാട്ടായിരുന്നു. ഇന്ന് അതൊരു ചരിത്ര വസ്തുവാണ്. ആ ചരിത്രത്തിലൂടെ നമുക്ക്, ഈ പാട്ടിലൂടെ നമുക്കൊരു ചരിത്രത്തെ സ്പർശിക്കാം. പിന്നീട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഈ വിപ്ലവ, അതായത് കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിലേക്ക് വരുമ്പോഴുള്ള പാട്ടുകൾ ധാരാളം. ഇങ്ങനെ കേരളത്തിൻ്റെ ചരിത്രവുമായി, സാമൂഹ്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കവി. ഇപ്പോൾ ഉയരുന്ന നാടാകെ പടരും ഞാൻ ഒരു പുത്തൻ ഉയർനാട്ടിലേക്ക് കൊണ്ടുവന്നത് ഭയാ ഗർജിക്കുന്നു എന്ന കവിത അദ്ദേഹം ചെറിയ നിങ്ങളുടെ പ്രായമുള്ള സമയത്ത് എഴുതിയതാണ്. പുന്നപ്രവയലാർ സമരം കഴിഞ്ഞപ്പോൾ അവിടെ നിരവധി എത്രയോ നൂറുകണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ അവിടെ കൊടുങ്ങല്ലൂരിൽ നിന്നൊരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ അവിടെ അത് കാണാൻ പോവുകയാണ്, ആ പ്രദേശം കാണാൻ പോവുകയാണ്. പുന്നപ്രവയലാറിനെ പറ്റി പാട്ടെഴുതിയത് വയലാറാൻ പോവുകയല്ല, കൊടുങ്ങല്ലൂരുകാരനായിട്ട് പി ഭാസ്കരനാണ് എഴുതിയിരുന്നത്. വയലാർ ഗർജിക്കുന്നു. വയലാർ എന്നൊരു കൊച്ചു ഗ്രാമമെല്ലാവർക്കുമേ വില കാണാനാവാത്ത കാവ്യമത്രേ എന്ന് അദ്ദേഹം എഴുതുന്നു. അതുപോലെ നിരവധികൾ. അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. 1948 ഗണദിവ്യ തീസിസ് രാഷ്ട്രീയം അറിയുന്നവർക്കറിയാം ഉണ്ടായ സമയത്ത് അതിൽ അഭിപ്രായ വ്യത്യാസം എന്ന അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാറുന്നുണ്ട്. മാറുന്ന സന്ദർഭത്തിലും അദ്ദേഹം എഴുതുന്നുണ്ട്, കവിതകൾ എഴുതുന്നുണ്ട്, പാട്ടുകൾ എഴുതുന്നുണ്ട്. തൻ്റെ ആശയം എന്താണ്, താൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, കവി എന്നുള്ളതൊക്കെ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. ഒറ്റ കവിയുടെ തൻ്റെ ദുർബല കവിതയ്ക്ക് പിന്നെ ആഭിപണ്ഡിയായിട്ടുള്ള കവിത എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഭാസ്കരൻ മാസ്റ്റർ ജീവിതത്തിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കും. നമ്മളെപ്പോഴും ആലോചിക്കുന്ന പാട്ടെഴുത്തുകാരനായ റഫീഖ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു കവി, ഒരു പാട്ടെഴുത്തുകാരൻ. ഇപ്പോൾ നമ്മൾ പാട്ടെഴുത്തുകാരനാണ്. പക്ഷെ അദ്ദേഹം എത്ര വലിയ കവിയാണല്ലോ നമ്മൾ ആലോചിക്കാതെയാണ് നമ്മൾ ഈ പാട്ടിൻ്റെ പിന്നാലെ മാത്രം പോകുന്നത്. അദ്ദേഹത്തിൻ്റെ തോരാമേള എന്ന് പറഞ്ഞൊരു കവിത നിങ്ങൾ വായിച്ചെങ്കിൽ നിങ്ങൾക്ക് കരയാതിരിക്കാൻ പറ്റില്ല, കരഞ്ഞു പോകും. അത് ഒരു സംഗീതം കൊണ്ടും, ലോകത്തിലെ ഒരു സംഗീതം കൊണ്ടും അതിനെ സ്പർശിച്ചാൽ അത് കവിതയ്ക്ക് താഴെ നിൽക്കുള്ളൂ, കവിതയെ ജ്വലിപ്പിക്കാൻ സാധ്യമാവുകയില്ല എന്നാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ വിളിച്ചത് ഇപ്പം എനൽക്കാടിൻ്റെ സഫലമീ യാത്ര എന്ന കവിത പലരും ചൊല്ലി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതെടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾ കഴിഞ്ഞു പോകും. ആ കേട്ടാൽ നമുക്ക് അതിനോട് അഭിപ്രായ വ്യത്യാസമൊന്നും. അത് ഞാൻ ആരെ കുറ്റം പറയുന്നതല്ല. ഇപ്പൊ ആർദ്രമീ ധനുമാസ രാവുകളിൽ ഒന്നിൽ ആദ്യം വരും പോകുമല്ലേ സഖി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കണ്ഠത്തിന് ഈ ക്യാൻസർ ബാധിച്ച സമയത്ത് അദ്ദേഹം പറയുന്നതാണ്. അതാണ് അവസാന കാലത്ത് ഈ കവിതയാണ് സഫലമീ യാത്ര. ഈ യാത്ര സഫലമായി എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ്. പക്ഷെ അത് അങ്ങോട്ടങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്കത് ഭിന്നലില്ലാതെ, എങ്ങനെ ഇരിക്കാതെ നമുക്ക് അത് വായിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എഴുതിയില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇനി ഓണം വരാൻ പോകുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹത്തിന് എഴുതിയില്ല നന്ദി തിരുവോണമേ നന്ദി എന്നൊരു കവിതയുണ്ട്. നന്ദി തിരുവോണമേ നന്ദി നീ വന്നുവല്ലോ, അടിമണ്ണിടിഞ്ഞു കടലിളകി ചെരിഞ്ഞൊരു പിണുതുമ്പയിൽ ചെറു ചിരി വിടർത്ത് നീ വന്നുവല്ലോ എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് എന്താണെന്നറിയോ, ഓണം നൂറ്റാണ്ടുകളായി വന്നു പോയിക്കൊണ്ടുമിരിക്കുന്നു, അടുത്ത കൊല്ലവും വരും, പോയി വരിക വരുമാണ്ടിലും എന്ന് അവസാനിക്കുന്നത്. ആ അടുത്ത കൊല്ലം ഓണം വരുമ്പോൾ ഓണം ഉണ്ടാകും, പക്ഷെ ഞാൻ ഉണ്ടാകുമോ എന്നാണ്. അടുത്ത വർഷം ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഓണം അപ്പോഴും വരും, ഇനി അടുത്ത തലമുറയിൽ വരും, അതിൻ്റെ അടുത്ത തലമുറയിൽ വരും. അങ്ങനെ ഈ നമ്മുടെ ആത്മാവിനെ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും എല്ലാം പൊള്ളിക്കുന്ന രീതിയിൽ നമുക്കതിനെ സംഗീതം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. ആ ഭാഗത്തേക്ക് നമ്മൾ പോയിട്ട് അതിനെ വികലമാക്കാതെ നമ്മൾ അതൊന്നും ചെയ്യാതെ നമുക്ക് ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ പാട്ടുകാരെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, സംഗീതത്തെയല്ല. അപ്പോൾ ദാസേട്ടൻ പാടിയാൽ ഗംഭീരമായിക്കോളും, അല്ലെങ്കിൽ ഒറ്റയാൾ പാടിയാൽ ഗംഭീര, അതൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ സംഗീതമാണ് പ്രധാനം.
അപ്പോൾ ഭാസ്കര മാസ്റ്റർക്കാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഈ ഭാസ്കര മാസ്റ്റർ പാട്ടുകളിൽ തന്നെ നമുക്ക് പല ശാഖകളാക്കി തിരിക്കാം. പല കാറ്റഗറികളായി തിരിക്കാം. ഏറ്റവും പരിചിതമായ ഒരു മേഖല നമുക്ക് ഈ പ്രണയഗാനങ്ങളാണ്. പ്രണയഗാനങ്ങൾ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള അത്ഭുതങ്ങൾ തന്നെയാണെന്ന് പറയാം. നമുക്കറിയാം, പാട്ടുകൾ ഞാൻ പാടുന്നത് എനിക്കറിയാം. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോകവീഥികളിൽ വേണുതുമാതിനയൻ. നിങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുണ്ടോ ഈ ആട്ടിടയൻ ആരാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഈ ആട്ടിടയനൊക്കെ രമണയിലെ ചങ്ങമ്പുരയിലെ രമണനാണ് ഈ ആട്ടിടയൻ. അല്ലാതെ ഈ ഗാനലോക വീഥികളിൽ വേണു കൂടുന്ന ആട്ടിടയൻ എന്തിനാണ് ആക്കേണ്ടത്? വേറെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താൻ ഞാൻ ഒടുവിൽ നീയെത്തുമ്പോ ചൂടിക്കുവാൻ ഒരു ഗാനം മാത്രമൻ, ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീയെത്തുമ്പോൾ ചെവിയിൽ മൂടാൻ. അത് നിങ്ങളുടെ മനസ്സിൽ ആ താളാണ് മുട്ടാൻ നോക്കി. ചെവിയിൽ മൂടാൻ അതറിയാതെ വരും. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതികൂഠമെന്നൂടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു, സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ തൽപ്പമൊന്ന് ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താൻ ഞാൻ ഒടുവിൽ നീയെത്തുമ്പോൾ ചെവിയിൽ. പുഷ്പം ചെവിയിൽ മൂടാനല്ലേ ചൂടിക്കുവാൻ. ദേശസംഗീതമായിട്ട് പാടിയിട്ടുണ്ട്. റെക്കോർഡ് പരിശോധിച്ചാൽ അറിയാം. പഴയ റെക്കോർഡിൽ എങ്ങനെയാണ് ഉള്ളത്? തെറ്റിപ്പോയതാ, അറിഞ്ഞിടാത്തോണ്ടല്ല. ഇപ്പം തന്നെ നിങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സംഗീത വിദ്യാർത്ഥികളുടെ ആലോചന ഇപ്പം എന്തായിരിക്കും പറയുക? ഇത് ഏതാ രാഗമായിരുന്നു? ഏതാ രാഗം? ഏതാ രാഗം? ഒന്നുകൂടാ. ചാക്കോ സാർ ഒരു വലിയ നാടകക്കാരനാണ്. ഇങ്ങനെ പല പാട്ടുകളേക്കാൾ മലയാളത്തിൽ നല്ല ഒരുപാട് പാട്ടുകളുണ്ട് ദേശീയഗാനത്തിൽ. പക്ഷെ നമ്മൾ അങ്ങനെ കാണണമെന്ന് ഞാൻ പറഞ്ഞു. രാഗം അന്വേഷിക്കുന്നതിന് പകരം അതിൻ്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു, അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ സാംസ്കാരികമായ തരം ഭൂമിക നമുക്ക് കിട്ടുകയുള്ളൂ. രാഗം അന്വേഷിച്ച് കഴിഞ്ഞാൽ നേരത്തെ ടോർച്ചോട്ട് അടിച്ച് കേട്ടുകൊണ്ട് പറഞ്ഞ പോലെ രാഗത്തിൻ്റെ ആ ഭിത്തിയിൽ നമ്മൾ അന്വേഷണം അവസാനിച്ചു പോകും. അതുകൊണ്ട് അങ്ങനെയല്ല വേണ്ടത്, തിരിച്ച് അതും വേണം, അതിനപ്പുറത്തേക്കുള്ള അന്വേഷണങ്ങൾ കൂടി നിങ്ങൾ നടത്തണം. കാരണം ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. ഒരു പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. നമ്മളിപ്പോൾ രാഗങ്ങൾ വേണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ വേണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്.
പക്ഷെ അതിൻ്റെ ഈ സംസ്കാരം ഇപ്പം പലപ്പോഴും ഞാനിപ്പോൾ പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ റിസർച്ച് മേഖലയൊക്കെ നമ്മുടെ ഈ സംഗീതത്തിലെല്ലാം റിസർച്ച് മേഖലയൊക്കെ വളരെ വെറുതെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് എടുക്കുക എന്നുള്ള രീതിയിലൊക്കെ മാറിയിട്ടുണ്ട്. അതെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് ആലോചിക്കാതെ നമുക്ക് സാഹിത്യത്തിലും ഇതേ പ്രശ്നങ്ങൾ. ഞാൻ വലിയ സാഹിത്യ വിദ്യാർത്ഥിയൊന്നുമല്ല, സാഹിത്യം അറിയുന്നത് ഇവിടുത്തെ മലയാള അധ്യാപകൻ പലപ്പോഴും അറിയുന്നതല്ല. പക്ഷെ ഞാൻ പലപ്പോഴും പ്രബന്ധങ്ങളും വായിക്കാറുണ്ട്. ആ വായിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്ന എൻ്റെ അറിവിനേക്കാൾ കൂടുതൽ എന്താണ് ഇവർ തന്നതെന്നാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. അങ്ങനെയൊന്നും പലപ്പോഴും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ഞാൻ സാർ പറഞ്ഞല്ലോ, ഈ കലാലയത്തിലൊരു വലിയ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ഇടക്കാലത്തൊരു ചെറിയ ഭംഗമാണെങ്കിലും ഇനി തുറന്നു കൊണ്ടുപോകേണ്ടതെന്നുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അത് എപ്പോഴും മനസ്സിൽ വയ്ക്കണം. ചിറ്റൂർ കോളേജിനെ ഞാൻ കാണുമ്പോൾ, ഞാൻ പുറത്തുള്ള ഒരാൾ കാണുമ്പോൾ നിങ്ങളെ കൂടിയാണ് എനിക്ക് കാണുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എത്രത്തോളം ഈ മേഖലയിൽ ഉയർന്നു വരുന്നു, അല്ലാതെ ഇപ്പോൾ നിങ്ങൾ എത്ര കുട്ടികളെ പഠിപ്പിച്ചെന്നോ അല്ലെ എത്ര സിനിമയിൽ പാട്ട് പാടിയെന്നോ എൻ്റെ വിഷയമല്ല. ഒരു സിനിമ പാട്ട് പാടിയാൽ നിങ്ങൾക്ക് കൊള്ളാം, എനിക്കെന്തൊക്കെ ഒരു കാര്യം, അതൊന്നും ഒരു വലിയ വിഷയം. പക്ഷേ നിങ്ങൾ എന്ത് ഈ സമൂഹത്തിന് സംഭാവന ചെയ്തു, നിങ്ങളുടെ ആലോചനകളിലൂടെ, നിങ്ങളുടെ ചിന്തകളിലൂടെ, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ എന്ത് സംഭാവന ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രണയഗാനങ്ങളുടെ ഒരു സെഗ്മെന്റ് കഴിഞ്ഞാൽ നമുക്ക് മാപ്പിളപ്പാട്ടുകളുടെ ഒരു വലിയ മേഖലയുണ്ട്. ദീപാസ്കർ ചെയ്തു വെച്ച് പിന്നത്തെ പാടിക്കൂട്ടൽ കായലീരത്ത് പാടി ആളികേരത്തിൻ്റെ നാട്ടിൽ അത് മാപ്പിളപ്പാട്ടാണെന്ന് പലർക്കും അറിയില്ല. അതൊരു മാപ്പിളപ്പാട്ട് ഈ രീതി തന്നെയാണ്. അപ്പോൾ കായലരികത്ത് വലിയറിഞ്ഞപ്പോൾ എന്നുള്ള പാട്ടിൻ്റെ ഒരു സവിശേഷത എന്താണ്? കായലരികത്ത് വലിയറിഞ്ഞപ്പോൾ എന്നുള്ള പാട്ടിനെ കുറിച്ച് ഒരു ദിവസം ഇതുപോലൊരു ചർച്ചാ വേദിയിൽ ടി ഭാസ്കരനോട് ഒരാൾ ചോദിച്ചു, കായലരികത്ത് വലിയറിഞ്ഞു എന്ന് പറഞ്ഞ തെറ്റെന്ന് ചോദിച്ചു. കായലിൻ്റെ അരികത്തല്ലല്ലോ, കായലല്ലേ വലിയറിയ അല്ലേ? അപ്പം ഭാസ്കരൻ മാഷ് പറഞ്ഞ മറുപടി, കായലിൽ വലിയറിഞ്ഞാൽ മീനാണ് കിട്ടുക, കായൽ അരികത്തെറിഞ്ഞാൽ പെണ്ണിനെ കിട്ടുകയുള്ളൂ. ഇത് പെണ്ണിനെ പിടിക്കുന്ന വലയാണ്. അപ്പൊ അതാണ് കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളരിലുക്കിയ സുന്ദരി എന്ന മീനല്ല, വളരിലുക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ, നിന്റെ കൂട്ടത്തിൽ എന്നെയും കൂടി ചേർക്കണേ എന്നതിൻ്റെ അർത്ഥം. അപ്പൊ അതിലെന്താ പ്രത്യേകത? ഒരു മാപ്പിളപ്പാട്ട് എന്നുള്ളൊരു കണ്ടിട്ട് എന്താ പ്രത്യേകത? നഗറിൽ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ഈശ്വരാണ് ആ പാട്ടുണ്ടാക്കിയത്. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ, കണ്ണിനാലിന്റെ കരളിനുരുളിയിൽ എണ്ണ കാച്ചിയ നൊമ്പരം കൽവിലറിഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ കയറ് പൊട്ടിയ പമ്പരം, ചേറിൽ നിന്ന് വളർന്നു പൊന്തിയ ഹൂറിനിന്നുടെ കൈയിനാൽ നീ ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ട് നെഞ്ചിനായി. വമ്പെരും നിന്റെ പുലിക കൊടിയുടെ അമ്പു കൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞു കുടവുമായി പുഴക്കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈങ്കിളി ഒടുവിലി എന്നെ സങ്കട പുഴ നടുവിലാക്കരുകെ കളി. വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ, വെറുതെ ഞാനെതിനെയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ. എന്താ കയ്യിൽ കുത്തി നടക്കുന്ന പറഞ്ഞറിയാമോ? ഞങ്ങളുടെ നാട്ടിലാണ് പൊതുവെ വടക്കൻ മലബാറിലാണ് എന്നൊക്കെ പറയാം. പക്ഷെ ഇപ്പോഴും അതും പറയുന്നില്ല. ഇപ്പൊ എല്ലാം ഭാഷ ഏകീകരിച്ചു. ഇപ്പൊ എല്ലാവരും പറയുന്നത് ഇപ്പൊ ഏതായാലും ഒറ്റപ്പാലം ഭാഗത്തുള്ള വന്നില്ല പോയില്ല എന്നൊക്കെയാണ് ഇത് പറയുന്നത്. ഇപ്പൊ വടക്കുകാരൻ തെക്കുള്ളവരും ഒക്കെ പറയുന്നു
ഇവിടെ ആട്ടപ്പാലത്തേരൊക്കെ ഉണ്ടോ? പിന്നെ പോയില്ല, വന്നില്ല, ഇംഗ്ലീഷിൽ എഴുതും വന്നില്ല എന്നതിന് ഒരു അതിൻ്റെ ഒരു വൈ ഏനെ കുറിച്ചാണ്, എന്നിട്ട് വന്നില്ല എന്നാക്കും. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതൊരു കൊഞ്ചി പറയാനാണ്. പെൺകുട്ടികളൊക്കെ എങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ വന്നില്ല, കേട്ടില്ല, കാണില്ല, പറയില്ല. അത് ലോക്കൽ ഭാഷയാണത്. ചിലർ പറയും ഞങ്ങളുടെ പ്രദേശത്തെ ഭാഷയാണ് മലയാളത്തിലെ ഏറ്റവും ഭയങ്കര ഭാഷ എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞത് കയ്യിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിൽ തവീനാണ് എന്ന് പറയുന്നത്. ഇപ്പം ആർക്കും തവീനും പറയുന്നത്, ഇപ്പം സ്പൂണിനെ പറയുള്ളൂ. ചിരട്ട, തേങ്ങ ചിരട്ട എന്ന് കുത്തിയിട്ട് അതിനാണ് കയ്യിൽ നിങ്ങൾ പറയുന്നത്. അതാണ് KT മുഹമ്മദ് പറയുന്നത്, കയ്യിലുകൾ പിടിക്കുന്ന കൈകളും ഉയരുന്ന കൈകളിൽ കിളിങ്ങുന്ന വളകൾ ഒച്ച കുറ്റണമെന്ന് KT മുഹമ്മദ് എഴുതിയതാണ്. കയ്യിൽ പിടിക്കുന്ന കൈകൾ ആരെന്നാണ് അക്കാലത്ത്? സ്ത്രീകളുടെ കൈകൾ ഉയരുമ്പോൾ അത് ആ വളരെ ഒച്ചപ്പെട്ടുന്നത് റൊമാൻറ്റിക്കായിട്ട് ശബ്ദം മാറി അത് പ്രതിഷേധത്തിൻ്റെ ശബ്ദമായി മാറുന്നു. വാതിൽ തുറക്കണ ഒച്ചയുണ്ട് കേൾക്കണ, കാതിൽ തറക്കണ മാതിരി പറക്കണം, കറുപ്പായ കയ്യിലുകൾ കുടികളായി പിടിക്കണം, കറുത്തോർ അടുക്കള വിട്ട് പടയ്ക്കുക. വീട്ടുകൊട്ടത്തിൽ പാടുവരെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കിനെ പറയുമല്ലോ. KT മുഹമ്മദ് പറയുന്നത് കറുത്തോർ അടുക്കള വിട്ട് പടയ്ക്ക് പുറത്തിറങ്ങുന്നത്. നമ്മൾ കാലരീയത്തെ പറ്റി പറയും. ഞാനിങ്ങനെ വ്യാപിച്ചത് ഞാനുണ്ടാക്കാം. അതാണ് പറയും, ഞാൻ ഒരു അക്കാഡമിക് ആളല്ല, ഞാൻ പറഞ്ഞ എൻ്റെ മനസ്സിൽ എന്നൊക്കെ ഞാൻ പറയും. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ വ്യാപിച്ചെങ്ങനെ പോകും. ഇപ്പോൾ കായലകത്ത് വളരുമ്പോൾ എന്നുള്ള പാട്ടിൻ്റെ ഒരു പ്രത്യേകത, അതിന് 2-3 സ്വരങ്ങളേ ഉള്ളൂ സംഗീതത്തിൻ്റെ ഭാഷയിൽ നോക്കിയാൽ. പക്ഷേ ഈ 2-3 സ്വരങ്ങളുള്ള ഒരു പാട്ട് എങ്ങനെ 1954 ഇറങ്ങിയ ഈ പാട്ട് 70-ലധികം വർഷങ്ങൾ ഇപ്പോഴും നിങ്ങൾ കർണാടകക്കാരുണ്ടാവില്ല, വരികളിൽ പുറമേലെങ്കിൽ ഈ പാട്ട് കേൾക്കാത്തവരും ഉണ്ടാവില്ല അല്ലേ? ഇത് പാടിയതാരാണ്? ടീച്ചർ പറയണ്ട, അറിയാമോ? ഇത് എഴുതിയതിപ്പോൾ ഈ ഭാസ്കരൻ നിങ്ങൾക്ക് മനസ്സിലായി. പാടിയതാരാണ്? സംഗീതം ചെയ്തതാരാണ്? നീലക്കുയിലെ സംഗീതമാരാണ്? എല്ലാ ശബ്ദരാണ്. വേണ്ടാത്ത സമയത്തൊക്കെ ശബ്ദം രാഘവൻ മാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കേണ്ട ഈ ഒരു മാപ്പിളപ്പാട്ടുകാരനോ അങ്ങനെയുള്ളതൊന്നുമല്ല. 2-3 മണിക്കൂർ നേരം കച്ചേരി നടത്തുകയും രാഗദാനം പോലുള്ള കാര്യങ്ങളൊക്കെ പാടുകയും ചെയ്യുന്ന ഒരു ശാസ്ത്രീയ സംഗീതജ്ഞനാണ് രാഘവൻ. അദ്ദേഹമാണ് ഇത് ഉണ്ടാക്കിയത്. ദക്ഷിണാമൂർത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ദക്ഷിണാമൂർത്തി നമ്മൾ കർണാടക സംഗീതത്തിൻ്റെ ആളായിട്ടാണ് പറയാം. ചുരുക്കത്തിൽ 2 ദിനം പറഞ്ഞിട്ട് ചുരുക്കത്തിൽ 2 ദിനം കൊണ്ടൊരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. ദക്ഷിണാമൂർത്തി ഉണ്ടാക്കിയതാ. ഈ പാട്ടിന് പ്രത്യേകത, ഇത് മാപ്പിളപ്പാട്ടിൻ്റെതായ ചില സവിശേഷതകൾ നിങ്ങൾ പഠിക്കണം. സവിശേഷതകൾ എന്താണ്? അതിൻ്റെ ഒന്നാമത്തെ അതിൻ്റെ ഒരു വ്യാകരണം, അതിൻ്റെ ഒരു ഗ്രാമർ എന്ന് പറയുന്നത് അതിനകത്ത് പ്രാസഭംഗിയാണ്. പ്രാസഭംഗി, ആ പ്രാസഭംഗി എന്ന് പറയുന്നത് അവർ പറയുന്ന വാക്കുകൾ പോലെയാണ്. കമ്പി, വഴുത്ത്, വാൾക്കമ്പി, വാലിന്മ കമ്പി എന്നൊക്കെയാണ് അവർ പറയുക. പക്ഷെ എന്താണ് ഇതിലെ പ്രാസഭംഗി നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കുക. റ എന്നുള്ള അക്ഷരം എടുത്തിരിക്കും. ചേറിൽ നിന്ന് വളർന്നു പൊന്തിയ ഊറി നിങ്ങളുടെ കയ്യിനാൽ നീ ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ട് നെഞ്ചിനാൽ. വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇനി മുമ്പ എന്നുള്ള അക്ഷരത്തോട് വമ്പയിൽ നിന്റെ പുരികക്കൊടിയുടെ അമ്പുകൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞു. 8-ാം അക്ഷരത്തോട് കുടവുമായി പുഴ കടവിൽ വന്ന് എന്നെ തടവിലാക്കിയ പൈകിളി ഒടുവിലി എന്നെ സങ്കടപ്പുഴ നടുവിലാക്കരുതില്ല. പദസാക്ഷി ആലോചിക്കുക. അത് സിമ്പിളായ മലയാള പദങ്ങളാണ് ഉപയോഗിക്കുന്നത്, സംസ്കൃതം ഉപയോഗിക്കുന്നില്ല. സാധാരണ ഒരു മാപ്പിള ഒരു സാധാരണക്കാരനായ ഒരു മുസ്ലിം ഒരു മല തുന്നുന്ന ഒരാളാണ് ബാലകൃഷ്ണൻ മറ്റുള്ളത് അഭിനയിക്കുന്നത്. അദ്ദേഹം ഒരു പെണ്ണിനെ കളിയാക്കിയിട്ടൊക്കെ പാടുന്ന ഈ പാട്ടിലെ സംസ്കൃത പദമൊന്നും വരില്ലല്ലോ. അതിപ്പോൾ അത് ഹംസധ്വനി രാഗത്തിലാക്കി കഴിയാന്ന് വെച്ചാൽ നടക്കും. അത് മാപ്പിള പാട്ടിൽ തന്നെ കാണും. അപ്പോൾ ചില റംസാൻ മുസ്ലിമിൻ്റെ പേരുള്ളതുകൊണ്ട് ഹംസധ്വനി TK ഹംസ എന്നൊക്കെ. അപ്പോൾ ഹംസയുടെ ധ്വനി ഹംസധ്വനി അങ്ങനെ ഇവരൊന്നും ചിരിക്കാൻ കൂടി കൂട്ടാക്കില്ല. എനിക്കാണെങ്കിലേ നിർത്തണം അവർക്ക് അതും പറയും, ഉറക്കം പറയും, വേണ്ടെന്നോ പറയും. അതൊക്കെ ചിരിക്കൊക്കെ വേണ്ടേ? ഞാൻ പറയുന്നത് ചിലപ്പോൾ ചിരിക്കാനുള്ള വക ഇല്ലാത്തായിരിക്കാം. എന്നാലും എനിക്ക് വേണ്ടിയിട്ടൊന്ന് ചിരിച്ച് കാണിക്കാം.
അപ്പോൾ ഭാസ്കര മാഷ് ആ കാലഘട്ടത്തിൽ 1954 തന്നെ ഒരു പാട്ട് എഴുതുമ്പോൾ, മാപ്പിളപ്പാട്ട് എഴുതുമ്പോൾ, അതിന് മുമ്പേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മഞ്ഞണിഞ്ഞ മാമല എന്ന പാട്ടിനെ പറ്റി ഞാൻ പറഞ്ഞു. അദ്ദേഹം കൊടുങ്ങല്ലൂരായതുകൊണ്ട് തന്നെ ഈ മുസ്ലിം ഈ സംസ്കാരവുമായിട്ട്, മാപ്പിളപ്പാട്ടിൻ്റെ സംസ്കാരമായിട്ട് അദ്ദേഹം അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. കൂടാതെ കോഴിക്കോടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അദ്ദേഹം നയിച്ചത്. ഒളിവിൽ കഴിഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ കോഴിക്കോട് ആകാശവാണിയിലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ ഈ ഒരു സംസ്കാരവുമായി അദ്ദേഹം കൂടുതൽ അടുത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ ഇമേജിനറി ഒരു ഓരോ പാട്ടിലും അവർ കാണുന്ന ബിംബങ്ങളും അല്ലെങ്കിൽ ഭാവനകളും ഒക്കെ എങ്ങനെയാണെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ സാധാരണ മനുഷ്യൻ പാടുമ്പോൾ നെയ്ച്ചോറ് വെച്ചതിനെ പറ്റി തന്നെയാണ് പറയുന്നത്, വേറെ ഒന്നല്ല പറയുന്നത്. വലിയ കാളിദാസൻ കാണുന്ന സ്വപ്നങ്ങളെ പറ്റിയൊന്നുമല്ല, നെയ്ച്ചോറ് വെച്ചതും മറ്റങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പമ്പരം നടക്കുന്നതും കയ്യിൽ കുത്തി നടക്കുന്നതും ഇതൊക്കെ ആ ഒരു കൾച്ചറിൽ വരുന്ന ഇമേജിനറികളാണ്. അപ്പോൾ ആ ഒരു സെക്ഷൻ നമുക്ക് പഠനാത്മകമായ ഒരു സെക്ഷനാണ്. കാരണം പി ഭാസ്കരൻ്റെ മാപ്പിള പാട്ടുകൾ നമുക്ക് പഠിക്കാവുന്ന ഒരു വിഷയമാണ്. കാരണം ഒരുപാട് പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പകലവേന എന്ന് പറയുമ്പോൾ എന്നിട്ട് പാട്ടില്ല, പകലവനിന്ന് മറയുമ്പോൾ അകില് പുകച്ച മൂടിക്കുള്ളി പനിമതി ബിംബമൂടിച്ചപ്പോൾ പുതുമണവാട്ടി ഏഴാം പകലിനകത്തൊരു പൂറിയാകും മണിമണിവാൻ കുട്ടി. അസുരവിധ സിനിമ പി ഭാസ്കരൻ എഴുതിയത്. സിനിമ സംവിധാനം ചെയ്തത് വിൻസെന്റ്. രാഘവ മാഷാണ് സംഗീതം പാടുന്നു അദ്ദേഹം. ഇപ്പൊ പി ഭാസ്കരൻ അതില് ഞാനിങ്ങനെ മാറി പോവുകയാണ്. പി ഭാസ്കരൻ അതില് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒരു കവിതയാണ്. ഞാനിതാ തിരിച്ചെത്തി മത്സഖി പോയിപ്പോയവരെ ഗാനസാമ്രാജ്യത്തിന്റെ വീതിയിൽ ഭിക്ഷയ്ക്കായി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഈ പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ പാട്ട് എന്താണ്, ടാൻസന്റെ പ്രത്യാഗമനം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വേറൊരു കവിത എഴുതിയിട്ടുണ്ട്. ടാൻസന്റെ പ്രത്യാഗമനം. ടാൻസൻ അക്ബറുടെ കൊട്ടാരത്തിൽ നിന്ന് എല്ലാ ലൗകിക ജീവിതവും അടുത്ത് അദ്ദേഹം ഉപേക്ഷിച്ച പഴയ കാമുകിയെ തേടി, ഗൗരി എന്ന കാമുകിയെ തേടിയിട്ട് പിന്നെ തൻ്റെ സ്വദേശത്തേക്ക് വരികയാണ്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, നോക്കിക്കോളൂ, അദ്ദേഹം പറയാം, ഞാനിതാ തിരിച്ചെത്തി മത്സഖി പോയോരൻ ഗാനസാമ്രാജ്യത്തിൻ്റെ വീതിയിൽ ഭിക്ഷയ്ക്കായി വീണ്ടുമെന്നാദത്തിൻ്റെ ശക്തിയാലി സാമ്രാജ്യം വീണ്ടെടുക്കുക എനിക്കാശയില്ലെന്നാകിലും ഞാനൊരു പരദേശി ആയിട്ട് സ്വർഗത്തിൻ്റെ കോണിലൊരയാലിൻ ഛായയിൽ ശയിച്ചോട്ടെ. അത് തന്നെയാണ് എടുത്ത് പാട്ടാക്കിയത് അസുരത്തിൽ വരുന്നത്. ഞാനിതാ തിരിച്ചെത്തി. ടാൻസൻ പറയുകയാണ്, മത്സഖി പോയിപ്പോയവരൻ ഗാനസാമ്രാജ്യത്തിൻ്റെ വീതിയിൽ ഭിക്ഷയ്ക്കായി വീണ്ടും നാദത്തിൻ്റെ ശക്തിയാൽ ഈ സാമ്രാജ്യം വീണ്ടെടുക്കുവാൻ എനിക്ക് ആശയില്ലെന്നാകിലും ഞാനൊരു അവരുടെ ലോകത്തിൽ ഞാനൊരു പരദേശിയായിട്ട് ഈ സ്വർഗത്തിൻ്റെ കോണിലെ അഴയാലിൽ ഛായയിൽ ശയിച്ചോട്ടെ എന്ന് പറയുന്നത്. ഞാൻ സാമ്പത്തികമായി പറഞ്ഞതാണ്. അപ്പോൾ ഈ മാപ്പിളപ്പാട്ടുകളുടെ ഒരു വലിയ ലോകം, വിശാലമായ വിസ്തൃതമായ മാപ്പിളപ്പാട്ടിൻ്റെ പേരിലുണ്ടാക്കിയിട്ടുള്ള മോയിൻകുട്ടി വൈദ്യർ സ്മാരക മാപ്പിള കലാ അക്കാദമിയുടെ കൊണ്ടോട്ടി ഒരു സ്ഥാപനമുണ്ടല്ലോ. അതിൽ ആദ്യമായിട്ടൊരു അവാർഡ് ഏർപ്പെടുത്തിയപ്പോൾ മാപ്പിളപ്പാട്ടിൻ്റെ പേരിൽ അവാർഡ് കൊടുത്തത് പി ഭാസ്കരനാണ്. ആദ്യമായിട്ട് അവാർഡ് കൊടുത്തത് രാഘവ മാഷ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യ സമര ഗീതങ്ങൾ എത്രയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജന്മകാരിണി ഭാരതം, കർമ്മമേദിനി ഭാരതം. ആരെഴുതിയത? നമ്മൾ ആ ജനകോടികൾ തൻ അമ്മയാക്കിയ ഭാരതം എന്ന് പറയുന്ന പാട്ടുകൾ കേട്ടിട്ടുണ്ടാവും. ഭാരതം എന്നാൽ പാലിന് നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ല. അതുങ്ങൾ ഈ കൂട്ടത്തിൽ പാടുമെന്ന് ഞാൻ വിചാരിച്ച് പാടില്ല.
സ്വാതന്ത്ര്യ സർക്കാരല്ലോ ഇന്നിപ്പോൾ 12 2 ദിവസം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ ദിനായി. നിങ്ങൾ ആ പാട്ട് സംഘമായിട്ട് പറയേണ്ടതായിരുന്നു. നിങ്ങൾ അന്വേഷിച്ചില്ലേ, ടീച്ചർ പറഞ്ഞു അതിന് പാടിയെന്ന് പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ പിന്നെ വേറൊരു പാട്ടൊക്കെ ഇതൊക്കെ എനിക്ക് പാടാൻ അറിയാം, പക്ഷെ ഞാൻ പാടത്തില്ല, സമയം പോകും. പിന്നെ ഒരു പാട്ടെന്തറിയോ, ഒരു പാട്ടിൻ്റെ വരികൾ നോക്കൂ. എങ്ങനെയാണ് ഞാനൊരു എൻ്റെ ദേശത്തെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നത് നോക്കൂ. ഞാൻ പിറന്ന തറവാടും ഞാൻ വളർന്ന കളിവീടും ഞാൻ അടിയും ചുടുകാടും ഭാരതം ഈ ഭാരതം. ഇതിനെപ്പുറത്ത് എങ്ങനെയാണ് പറയുക? ഞാൻ പിറന്ന തറവാടും ഞാൻ വളർന്ന കളിവീടും ദേശസ്നേഹം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ നാട്ടിൽ. അതൊക്കെ വിശദീകരിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ രാഷ്ട്രീയ പ്രശ്നങ്ങളായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നാളെ എന്നെ പിടിച്ചു വെച്ചിട്ടുള്ള പ്രശ്നമൊന്നും വേണ്ട, അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ പറയുന്നത് ദേശസ്നേഹം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പിറന്ന തറവാടും ഞാൻ പിറന്ന ഹിന്ദു എന്നല്ല പറയുന്നത്. ഈ നാട്ടിൽ പിറന്ന ഹിന്ദു എന്നല്ല പറയുന്നത്. ഈ നാട്ടിൽ പിറന്ന എല്ലാവരും പാടാൻ ഈ പാട്ട്. ഞാൻ പിറന്ന തറവാടും ഞാൻ വളർന്ന കളിവീടും ഞാൻ അടിയും ചുടുകാടും ഭാരതം ഈ ഭാരതം. സ്വപ്നങ്ങളിൽ ഞാൻ കാണും സ്വർഗം നവഭാരതം, കൽപ്പനയിൽ കണി കാണും ദുർഗം യുവഭാരതം എന്നുകൊണ്ട് പോണ പാട്ട്. ഇങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്താൽ നാടോടി പാട്ടുകളുടെ നല്ല എല്ലാവരും ചൊല്ലുന്ന പാടി എല്ലാവരും ചൊല്ലൊക്കെ ഉണ്ടാകുന്നതോ എന്നാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട പാട്ടുണ്ട്, ജിഞ്ചക്കൻ താരോ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിയാം. കേൾക്കാത്തവരില്ല. ഈ നമ്മളെ യൂട്യൂബിലേക്ക് ഒരുപാട് സിനിമകളൊക്കെ ഇല്ലേ, നീരൊക്കെ തുടങ്ങുന്ന ഭാഗം ജിഞ്ചക്കൻ താരോ എന്നൊരു പാട്ടുണ്ട്. ജിഞ്ചക്കൻ താരോ ജിഞ്ചക്കൻ താരോ ജിഞ്ചക്കൻ 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 താരോ ഒരു പാട്ടുണ്ട്. പുഞ്ചവയൽ കൊയ്തല്ലോ കൊഞ്ചടി കൊഞ്ചടി തത്തമ്മേ, പുഞ്ചവയൽ കൊയ്തല്ലോ കൊഞ്ചടി കൊഞ്ചടി തത്തമ്മേ, ജിഞ്ചക്കന്താരോ ജിഞ്ചക്കന്താരോ എന്ന് പാട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടി അക്കൗണ്ടത്തിൽ പറയാം. സലിൽ ചൗധരി എന്ന് പറയുന്ന സംഗീത സംവിധായകൻ എല്ലാവർക്കും അറിയാം അല്ലേ? അറിയില്ലേ? തലേട്ടെ വരാൻ പുറത്തേന്ന് പറയും. ഇവരുടെ ഡിഗ്രി പഠിക്കുന്ന പറഞ്ഞ മോശമല്ലേ, ചെറിയ കുട്ടികളെ പോലെ ആയി പോകുന്നത് പേടിച്ചിട്ട് എല്ലാം പറഞ്ഞ കുഴപ്പമില്ല. ഞങ്ങളെ കണ്ടത് മുതിർന്ന നിങ്ങളെ മുത്തച്ഛനാവാൻ പ്രായമുള്ള ആളാണെന്ന് വിചാരിച്ചാൽ. പണ്ട് പണ്ഡിറ്റ് രവിശങ്കർ കേരളത്തിലേക്ക് വരണമെന്ന് പോയി ക്ഷണിച്ചപ്പോൾ രവിശങ്കർ ആദ്യം പറഞ്ഞിട്ടാണെന്ന് അറിയാം, ഞാൻ കേരളത്തിലേക്ക് ഇല്ലാന്നാണ്. എൻ്റെ കാര്യം മലയാളിക്ക് കൈയടിക്കാൻ ഭയങ്കര മടിയാണ്. കാരണം ഒരാൾ അപ്പോഴേക്ക് നോക്കും, അയാൾ കൈയടിക്കുന്നുണ്ടോ നോക്കും, അടിക്കുന്നുണ്ട് അങ്ങ് അടിക്കാം, അല്ലെങ്കിൽ മെല്ലെ ഇങ്ങനെ ആക്കിയിട്ട് കാലിന് നേരെ ഇങ്ങനെയാണ്. എൻ്റെ കാര്യമല്ലോ, നമ്മളെന്തോ ഒരു വലിയ അപകടം ചെയ്യുന്ന മാത്രമാണ്. നേരെ സ്വയം ഞാൻ വലിയ ആളാണെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. വേറൊന്നും വലിയ കാര്യം. എൻ്റെ തറവാട്ടിൽ എന്തെങ്കിലും തട്ടാൻ വരുമോ എന്നൊക്കെയാണ് ആലോചിക്കുന്നത്. കൈയടിക്കുന്നത് നമ്മൾ പതിവൊക്കെ കൈയടിക്കണം, അതിന് കുഴപ്പമില്ല, പണമുണ്ടാക്കുകയൊക്കെ വേണം. പക്ഷെ വേറുള്ളവർ ഉപദ്രവിക്കാൻ വേണ്ടി ആകുന്നത് മാത്രം. ഇപ്പൊ സലിൽ ചൗധരി ഒരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കൊലപാതക കേസ് പെട്ടിട്ടുണ്ടായിരുന്നു ബോംബെ. ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് MT വാസുദേവൻ അദ്ദേഹം ഒടുവിൽ താമസിച്ചത് കോഴിക്കോട്. അക്കാലത്ത് കോഴിക്കോട് നിന്ന് ബോംബെ പോലീസ് നിർത്തില്ല. ഇപ്പം വേഗം സാറ്റലൈറ്റ് നോക്കിയിട്ടൊക്കെ വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് കേസിൽ അദ്ദേഹം മുക്തനായ ശേഷം തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം MTയോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. നിങ്ങൾക്ക് ഈ ജില്ലക്കാരും അറിയില്ലല്ലോ, ബംഗാളിയായ സലിൽ ചൗധരി എന്ന മ്യൂസിക് ഡയറക്ടർ അന്ന് മലയാളത്തിലെ ജിഞ്ചക്കൻ താരോ എന്ന പാട്ട് ചെയ്ത ആളാരാണെന്നാണ് ചോദിക്കുന്നത്. അതെന്താണെന്നറിയാം, ഈ ഫോക്ക് എന്ന് പറയുന്ന നമ്മുടെ നാടോടി സംഗീതം എന്ന് പറയുന്ന ആ ഒരു മേഖലയ്ക്ക് ഒരു സർവദേശീയതയുണ്ട്. അത് ലോകത്ത് എവിടെയും അതിനൊരു ത്രെഡുണ്ട്. കാരണം അത് അധ്വാനിക്കുന്നവരെയാണ്, സാധാരണ മനുഷ്യൻ്റെയാണ്. അത് എത്ര ഗമകങ്ങൾ പ്രയോഗിക്കുന്നുള്ള വിഷയം അവിടെ വരുന്നില്ല. മറ്റേ ഇന്ന രാഗത്തിന് ഇന്ന ഗമകങ്ങളുടെ പ്രശ്നം അവിടെയില്ല. അവിടെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി പാടുകയും അതുകൊണ്ട് അതിന് ലോകവ്യാപകമായി സാർവദേശീയമായി ഒരു ത്രെഡ് ഉണ്ടായി, ഒരു കണ്ണി അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് രാഘവ മാഷും ബാബുരാജും ഒക്കെ ചേർന്ന് അവിടെ ഒരു വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ വെച്ച് ചേരുകയും അദ്ദേഹത്തിന് യാത്രയൊക്കെ കൊടുക്കുകയും ഒക്കെ പാടി ഓ സച്ചിന എന്നുള്ള പാട്ട് കേട്ടില്ല പാട്ട് ഓ സച്ചിന തരേ
ചൗധരി പാടുകയും രാഘവ മാസ്റ്റർ ജില്ലക്കണ്ടാരോ പാടുകയും കൂടെ ചെയ്ത് എം ടി വാസുദേവൻ എഴുതിയിട്ടുണ്ട്. എം ടി വാസുദേവൻ രാഘവ മാഷിനെ പറ്റി ഞാൻ ആ പുസ്തകം കൂട്ടത്തിലില്ല. രാഘവ മാഷിനെ പറ്റിയിട്ട് ഒരു പുസ്തകം ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. കെ രാഘവന്റെ സംഗീത വിചാരകം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ആ പുസ്തകത്തിൽ എം ടിയുടെയാണ് ഫസ്റ്റ് ലേഖനം. എം ടിക്ക് അന്നേരം എന്നോട് പറഞ്ഞു എഴുതാൻ കൈക്ക് വേദനയുണ്ട്, അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ അയക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ വരാൻ സാർ, അത് എനിക്കതിൽ അനുഭവമില്ല, അതുകൊണ്ട് ഞാൻ ആ അവസരം ഞാൻ കളയുന്ന മോശമില്ല. അപ്പോൾ ഞാൻ 10 മണിക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ 9:30 ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ട് എഴുതിയതാണ് ഞാൻ ആലോചിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു. പക്ഷെ എന്താ അത്ഭുതകരമായ ഒരു കാര്യം മലയാള സ്റ്റുഡൻസൊക്കെ അറിയണം. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, ഞാൻ എഴുതിയെടുക്കുകയാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് അദ്ദേഹം അത് നിർത്തി മതി എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മനസ്സിലത് പൂർത്തിയായിട്ടില്ല എന്ന് തോന്നുന്ന സ്ഥലത്താണ് അദ്ദേഹം നിർത്തുന്നത്. എന്നിട്ട് വായിക്കാൻ പറഞ്ഞു. ഞാൻ വായിച്ചു. ഒരു സെൻറ്റൻസിന് പോലും ഒരു വാക്കിന് പോലും ഒരു മാറ്റം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് അത് എഡിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. കാഴ്ചയിൽ പറയുമ്പോൾ എം ടി നല്ല എഡിറ്ററാവുന്നത് സ്വന്തം കഥകൾ തന്നെയാണ് പറയുന്നത്. സ്വന്തം കഥകൾ തന്നെയാണ് ഏറ്റവും നന്നായി അദ്ദേഹം എഡിറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാം കാഴ്ചയിൽ പറയാറുണ്ട്. അപ്പോൾ ഈ ഇഞ്ചക്കണ്ടാരോടുള്ള പാട്ട് ഫോക്കാണ്. ഫോക്ക് എന്ന് പറയുന്നതിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അതൊക്കെ ചില സ്റ്റഡികളുണ്ട്. ഫോക്ക് എന്ന് പറയുന്നത് നാടോടിക്കാണോ എന്നുള്ള ചോദ്യം ഇപ്പോഴുണ്ട്. ഒരു സമൂഹത്തിൻ്റെ എന്നുള്ള അർത്ഥം മാത്രമേ അതിനുള്ളൂ, നാടോടി എന്ന അർത്ഥം അതിനില്ല. അതിനോട് ഫോക്ക് മ്യൂസിക് ചേരുമ്പോഴാണ് സമൂഹത്തിൻ്റെ സംഗീതം ആയി മാറുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നൃത്തമായി മാറുന്നത്. അല്ലാണ്ട് ഒരു ഫോക്ക് എന്നുള്ളതിനർത്ഥം നാടോടിയല്ല എന്നുള്ള വാദഗതിയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആലോചിക്കും ഞാൻ നമ്മൾ സാറിന് പറഞ്ഞു പോകുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മാപ്പിളപ്പാട്ടുകളുടെയും നാടോടി പാട്ടുകളുടെയും പ്രണയഗാനങ്ങളുടെയും അശരീരി ഗാനങ്ങളുടെയും കുട്ടികളുടെ പാട്ടിൻ്റെയും തമാശ പാട്ടുകളുടെയും ഇങ്ങനെ മറ്റ് ഭക്തിഗാനങ്ങളുടെയും ക്രിസ്തീയ ഭക്തിഗാനങ്ങളുടെയും കൃഷ്ണ ഭക്തിഗാനങ്ങളുടെയും അങ്ങനെ നോക്കുകയാണെങ്കിൽ 10ഓളം കാറ്റഗറികൾ നമുക്ക് ഈ പി ഭാസ്കരൻ്റെ ഗാനങ്ങളെ വേർതിരിക്കാം. കൃഷ്ണഭക്തിഗാനങ്ങൾ നിങ്ങൾക്കറിയാം. കേശാദിഭാഗം തുടങ്ങിയ പാട്ടുകളൊക്കെ നിങ്ങൾക്കറിയാം. മഴമുകിൽ ഒളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കുടമുല്ല കൊണ്ടൊരു കുരലാരം തീർത്തു അല്ലേ? ഇൻവെസ്റ്റ്മെന്റിന് എന്താന്നൊക്കെ ചോദിക്കാം. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇതാണ്. ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല, വേറെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാറ്റഗറിയെല്ലാം നിങ്ങൾ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യും. പിന്നെ അശരീരി ഗാനങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത് ഇന്നില്ല, ഒന്നാം പാട്ട് അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. കാരണം ഒരാളുടെ മനസ്സ് പാടുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കഥാപാത്രത്തിന്റെ ചുണ്ടനക്കമില്ലാതെ എന്താണോ വൈകാരികമായ സന്ദർഭം അത് പാടുകയാണ് ഈ പാട്ടിലൂടെ. ഇപ്പോൾ ക്ഷേത്രമേതെന്നറിയാത്ത തീർത്ഥയാത്ര, ബുദ്ധിയേതെന്നറിയാത്ത കൊടും തപസ്യ, തളർന്നാലും വീഴാത്ത തപസ്വിനി, ഇനി എന്നാണിനി എങ്ങാനി യാത്ര, വ്യക്തമാം സ്വപ്നങ്ങൾ തന്മടിയിൽ ജീവസത്രങ്ങൾ പോലെ അലയുമ്പോൾ, തീരാത്ത ദുഃഖത്തിൻ മാറാപ്പിൽ തലവച്ചു, തീരാത്ത ദുഃഖത്തിൻ മാറാപ്പിൽ തലവച്ചു, നീ നിന്റെ രാത്രികൾ ചിലവഴിച്ചു, കയ്യിൽ നീയേ
ശൂന്യത, മുന്നിലും ശൂന്യത, നടുവിൽ ജീവിതമാ പ്രകേളിക, ചൈത്രമേതെന്നറിയാത്ത തീർത്ഥയാത്ര, മൂർത്തിയേതെന്നറിയാത്ത കൊടും തപസ്യ, തളർന്നാലും വീഴാത്ത തപസ്വിനി നീ, ഇനി എന്നാണീ യാത്ര. ഇങ്ങനെ കുറേ പാട്ടുകൾ. പെണ്ണായി പിറന്നെങ്കിൽ മണ്ണായി തീരുവോളം കണ്ണീര് കുടിക്കാനോ, ദിനവും കണ്ണീര് കുടിക്കാനോ. അതുപോലെ തന്നെ വേറെ കുറെ പാട്ടുകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അശരീരിയായിട്ട് വരുന്ന ശരീരമില്ലാത്ത എന്നതിന് അർത്ഥം അല്ലേ? ഏതൊക്കെ പൊട്ടിത്തകർന്ന കിടാവട്ടാണ് അത് ബാബുരാജ പാടുന്നത്. ബാബുരാജനാണ് അത് സംവിധാനം ചെയ്തത്. പൊട്ടിത്തകർന്ന കിനാവിന്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണേ, കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണേ. ബാബുരാജ് പാടുമ്പോൾ വ്യത്യാസമുണ്ട്, ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. പൊട്ടി താകർന്ന പാട അങ്ങനെ ഒതുക്കിയല്ല പാടുക. അതേ പാട്ട് വിശ്വാസം പാടുന്ന പൊട്ടി തകർന്ന കിനാവിന്റെ മയ്യത്ത് എന്ന പാടാം. ബാബുരാജ് പാടുന്ന പൊട്ടി തകർന്ന കിനാവിന്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണേ, കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണേ. അതിലൊരു ഭാഗമുണ്ട്. എല്ലാ പ്രതീക്ഷയും വീണടിഞ്ഞല്ലോ പള്ളിപ്പറമ്പിലെ ആരടി മണ്ണ്. അപ്പൊ ബാബുരാജ് പറഞ്ഞത് എല്ലാ പ്രതീക്ഷയും അല്ല, എല്ലാ പ്രതീക്ഷയും വീണടിഞ്ഞല്ലോ പള്ളിപ്പറമ്പിലെ ആരടി മണ്ണിൽ, പള്ളിപ്പറമ്പിലെ ആരടി മണ്ണിൽ. കണ്ണീർ ചൊരിഞ്ഞിട്ടും എന്തിന് കാര്യം, മണ്ണോട് മണ്ണായി കഴിഞ്ഞ പൊട്ടിത്തകർന്ന. പിന്നെ എഡിനെ കുറിച്ച് പിന്നെ വാനിലെ മണിദീപം മങ്ങി. ആ പാട്ട് പ്രത്യേകിച്ച് ഈ രണ്ട് വരികളുള്ളൂ പല്ലവി. വാനിലെ മണിദീപം മങ്ങി, താരം ഉറങ്ങി, അമ്പിളി മങ്ങി, താഴെ ലോകം ഉറങ്ങി. പിന്നെ പറയുന്ന എന്തിനു കടലേ ചുടുനെടുവീർപ്പുകൾ, എന്തിനു മണ്ണിതിലുരുളുന്നു, എന്തിനു കടലേ കണ്ണീരോടെ കാറ്റിനെ നോക്കി കരയുന്നു. വാനിലേ ഒരു ആഘോഷമാണ്. നിജനേരത്തെ പറഞ്ഞ ആഘോഷത്തിന്റെ നേരിട്ട് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സെഗ്മെന്റ് നമ്മളൊരു പാട്ടെഴുത്തുകാരനെയാണ് പഠിക്കുന്നത്. മ്യൂസിക് ഡയറക്ടറല്ല. മ്യൂസിക് ഡയറക്ടർ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെയും പറയാനുണ്ട്. മ്യൂസിക് ഡയറക്ടർ എങ്ങനെയാണ് ഇതിനെ സമീപിച്ചത്,
എങ്ങനെയാണ് ഒരു വരികളെ സമീപിക്കുന്നത്. ഇന്ന് പലപ്പോഴും നമ്മൾ ചൂണ്ടിട്ടിട്ട് എഴുതുന്ന ഒരു രീതി ആയതുകൊണ്ട് പലപ്പോഴും അത് ദേവരാജ മാസ്റ്റർ ഒരിക്കൽ KPSCയിലെ ഒരു ക്യാമ്പിൽ വെച്ചിട്ട് ദേവരാജ മാസ്റ്റർ ഈ നാടക ക്യാമ്പിൽ ഒരാളെ ചോദിച്ചു. അത് ചക്കോ സാറിന് അറിയാം, കാരണം ഈ നാടകക്കാർ ഒരേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലത്തും. അപ്പോൾ അത് ഉത്തരം ഒന്നും കിട്ടില്ല, കിട്ടിയത് അടുത്ത ക്യാമ്പിൽ അതെന്ന് ചോദിക്കും. അപ്പോൾ അത് ഒരുപാട് ക്യാമ്പൊക്കെ നടത്തിയിട്ടുള്ള ആളാണ്. പിന്നെ ഞാൻ ആ ക്യാമ്പിൽ ദേവരാജ മാസ്റ്ററോട് ചോദിച്ച ഒരാൾ ചോദിച്ചു, പക്ഷേ ഈ പാട്ട് എഴുതി ട്യൂൺ ചെയ്യുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ട്യൂൺ ഇട്ടിട്ട് പാട്ട് എഴുതാണോ നല്ലത്? അപ്പോൾ മാസ്റ്റർ ഞാനങ്ങനെ ചെയ്തിട്ടില്ല, അതായത് ട്യൂൺ ഇട്ടിട്ട് പാട്ട് എഴുതിയില്ല. അപ്പോൾ ഇതിന് സംശയം മതിയായില്ല, അപ്പോൾ പൂർത്തിയായില്ല. അപ്പോൾ പിന്നെ ചോദിച്ചു, മാഷ് മനസ്സിലായിട്ടാണോ പുള്ളി വിചാരിച്ചത്? പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത്, അത് ഞാൻ മാഷ് നീ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. 2 പ്രാവശ്യം 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ ഡോക്ടർ ടി പി സുകുമാറാണ് അന്നത്തെ ക്യാമ്പ് ഡയറക്ടർ. അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനേ ഉള്ളൂ, നീ ഒരു നാടകക്കാരനല്ലേ, എൻ്റെ മാഷ് പറഞ്ഞത് മനസ്സിലാക്കിക്കൂടെ? മാഷ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം താല്പര്യമില്ല എന്നാണ്. ആ വരികളെ പിന്തുടർന്ന് പോകുന്ന ഒരു രീതി, പഴയ കാലത്തെ രീതിയാണ് ദേവരാജ മാസ്റ്റർ, രാഘവ മാസ്റ്ററൊക്കെ കമ്പോസ് ചെയ്തത്, ബാബുരാജൊക്കെ കമ്പോസ് ചെയ്തത്. അവർക്ക് വേണേൽ 100 കണക്കിന് ഈണങ്ങൾ വേണേൽ അവരുടെ മനസ്സിൽ വിരിയും. പാട്ട് എഴുത്തുകാരനാണ് ബുദ്ധിമുട്ടുള്ളത്. പക്ഷേ അതല്ലാതെ എന്തൊക്കെ താളങ്ങളിൽ വ്യത്യാസമുണ്ടോ, പി ഭാസ്കരൻ്റെ പാട്ട് എഴുതുമ്പോൾ എനിക്ക് അത് കണ്ടിട്ടില്ല. പി ഭാസ്കരൻ്റെ പാട്ടിൽ അദ്ദേഹം താളങ്ങൾ എവിടെയൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കുമല്ലോ, ഇവിടെ മീറ്റർ ചേഞ്ച് എഴുതി വയ്ക്കും. ഞാനങ്ങനെ എനിക്ക് പാട്ട് അയച്ചിട്ടുണ്ട് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പാടിയിട്ടു, ഒരു നാടകത്തിന് വേണ്ടി പാടിയിട്ടു. അപ്പം അങ്ങനെ വളരെ കൃത്യമായ താളബോധത്തോടു കൂടിയാണ് അവർ എഴുതുന്നത്. എവിടെയൊക്കെ ഒരു പാട്ടാകണമെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ താളങ്ങൾ ചേഞ്ച് ചെയ്യണം, ആ ചേഞ്ചിന് എങ്ങനെയൊക്കെ വരണം, ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് അവരൊക്കെ പാട്ടുകൾ എഴുതിയിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ ഒരു ക്രാഫ്റ്റ്, അതായത് കവി എന്നുള്ള അതിൻ്റെ സർഗാത്മകമായ ഒരു വശം മാറ്റി നിർത്തിയിട്ട് പാട്ടെഴുത്ത് എന്ന് പറയുന്നതിൻ്റെ ഒരു ക്രാഫ്റ്റിലേക്ക് വന്നാലും, പി ഭാസ്കരനെ പറ്റി രാഘവ മാഷ് പറയുന്നത്, പി ഭാസ്കരൻ്റെ പാട്ടിലേക്ക് എനിക്കൊന്ന് നോക്കിയാൽ മതിയെന്നാണ്. ഒരു ഈണം അവിടെ ഉണ്ട്, അത് ഞാൻ എടുത്താൽ മതിയാണ്, അല്ലാതെ ഞാൻ അതിൻ്റെ മേലെ ഒരുപാട് മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല, ഞാനത് നോക്കിയാൽ മതി, ആ പാട്ടിൽ അത് ഉണ്ടാവുന്നത്. മാഷോടെ എനിക്ക് 10-30 വർഷക്കാലം ഒരുമിച്ച് നടന്നതിൻ്റെ ഒരു ബന്ധമുണ്ട്. അത് മാഷെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നത്, എന്നെ കാര്യം പറയുക കെ രാഘവൻ്റെ ശിഷ്യനൊക്കെ പറയും, പക്ഷേ എന്നെ അദ്ദേഹം ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ നിരീക്ഷിച്ച് പഠിച്ചത്. ഞാൻ സാധാരണ പറയാറുണ്ട്, ദ്രോണാചാര്യയിൽ നിന്ന് എങ്ങനെയാണോ ഏകലവ്യം പഠിച്ചത്, ഏകലവ്യം പഠിക്കുന്നത് ദ്രോണാചാര്യൻ നേരിട്ടൊന്നും പഠിപ്പിക്കുന്നില്ലല്ലോ, പക്ഷേ ഏകലവ്യം വലിയ ശസ്ത്ര വിദ്യ അറിയുന്ന ആളായിരുന്നു. അപ്പോൾ അതുപോലെ ഞാൻ അങ്ങനത്തെ ഏകലവ്യനാണെന്നല്ല പറയുന്നത്, ഈ അർത്ഥത്തിൽ മാത്രം. പിന്നെ മാഷെന്നെ പഠിപ്പിച്ചില്ല, പക്ഷേ ഞാൻ എല്ലാം പഠിച്ചത് മാഷിൽ നിന്നാണ്. അത് നിരീക്ഷണമാണ്. മാഷ് എന്തൊക്കെയാണ് ചെയ്യുന്നത്. ശ്യാമസുന്ദര പുഷ്പമേ എന്ന് പറയുമ്പോൾ എങ്ങനെയാണത് വരുന്നത്? ഇല്ല, പി ഭാസ്കറിൻ്റെ ഒരു പാട്ടിലേക്ക് വരുമ്പോൾ മാഷ് എങ്ങനെയാണ് അത് പ്രയോഗിക്കുന്നത്, എങ്ങനെയാണ് സംഗീതത്തെ പ്രയോഗിക്കുന്നത്, എവിടെയൊക്കെ ചില സ്ഥാനങ്ങൾ വയ്ക്കുന്നു, എവിടെയൊക്കെ എന്തിലൊക്കെ സ്ഥായികൾ നിശ്ചയിക്കണം, ഇതൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊരു ബേസിക് ശ്രുതി ഇട്ടിട്ട് ആ ശ്രുതിക്കനുസരിച്ച് ഒരു രാഗം വെച്ച് ഒരു ട്യൂൺ മനസ്സിൽ വരുന്ന പാടുന്നതല്ല, എവിടെയൊക്കെ വെക്കണം. ആ നമ്മൾ മന്ത്രസ്ഥായിയുണ്ട്, താരസ്ഥായിയുണ്ട്, മധ്യസ്ഥായിയുണ്ട്. ഈ സ്ഥായികളിൽ എവിടെയൊക്കെ ആദ്യത്തെ വാക്ക് വെച്ചാൽ മാത്രമേ, നേരത്തെ ടീച്ചർ പറഞ്ഞതിൻ്റെ പാട്ടിനെ പറ്റി പറഞ്ഞല്ലോ, അത് പി ഭാസ്കരൻ എഴുതിയതല്ല, രാഘവ മാസ്റ്റർ. കണ്ണീർ പുഴ, ഇത് പി ഭാസ്കരൻ്റെ ഞാൻ പാടിയ പാട്ടാണ്. കണ്ണീർ പുഴയുടെ അക്കരെ ഞാനൊരു പൊന്നിൻ കിനാവിൻ്റെ മുല്ല നട്ടു. കണ്ണീർ പുഴയുടെ അക്കരെ ഞാനൊരു പൊന്നിൻ കിനാവിൻ്റെ മുല്ല നട്ടു. നോവും തിന്നു നോമ്പും നോറ്റു. അപ്പൊ നമ്മൾ ഭാരതം ശ്രദ്ധിക്കുന്നത് നോമ്പും നോറ്റു എന്നൊന്നും പാടരുത്. കാരണം അങ്ങനെ പാടാതെ ആഘോഷം അറിഞ്ഞുകൂടാതുകൊണ്ടല്ല അദ്ദേഹം അങ്ങനെ പാടാതിരുന്നത്. നോമ്പും നോവും നോവും പാടിക്കൂടെ? നോമ്പും നോറ്റു.
രാവും പകലും ഞാൻ കാവൽ കാത്തു നമ്മൾ പാടില്ല. മുല്ലക്കിയ വന്നു പൂവന്നു തേൻ വന്നു മുല്ലക്കിയ വന്നു പൂവന്നു തേൻ വന്നു പൂവായ പൂവെല്ലാം ഞാനറുത്തു കണ്ണീർ പുഴയുടെ അക്കരെ മാഷിത് പറഞ്ഞിരുന്നൊക്കെ എൻ്റെ മനസ്സിലെ കണ്ണീർ പൂവിൻ്റെ എൻ്റെ മനസ്സിൽ കണ്ണീർ എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണീർ പൂ പാടും. കാരണം ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ട് അപ്പം മാഷ് എവിടെയാണെന്ന് ഫിക്സ് ചെയ്യുന്നത് നോക്കി ആ സ്ട്രെസ്സാണ്. കണ്ണീർ മേലോട്ടാക്കിയിട്ടാണ് പാടുന്നത്. ഇനി താനേ മോഹിച്ച മോഹങ്ങൾ കൊണ്ടൊരു താമര നൂലു ഞാൻ നൂറ്റെടുത്തു തിങ്കൾ വിളക്കിൻ്റെ വെട്ടത്തിൽ ഞാനെൻ്റെ മംഗല്യ പൂമാല കോർത്തെടുത്തു കണ്ണീർ പുഴയുടെ 500 300 രാവുകൾ പോയപ്പോൾ കണ്ണീരാറ്റിൽ വെള്ളപ്പൊക്കം മാടവും പാടവും മുല്ലയും മുങ്ങിപ്പോയി അമ്പിളി പൊൻവിള കാടിക്കേറ്റു കണ്ണീർ പുഴയുടെ അക്കരെ ഞാനൊരു പൊന്നിൻ കിനാവിൻ്റെ മുല്ല നട്ടു. ഇത് നല്ല പാടിയിട്ട് പാട്ടാ. വികാസത്തിൽ ഒരു പാട്ട് അദ്ദേഹത്തെ ഇത്രയും ഇഷ്ടപ്പെടുന്നുണ്ടാവാം ആ പാട്ട് എനിക്ക് വന്ന് ചേർന്നത്. അതിനെ പാട്ടിനെ പാടിയിട്ട് ഇതൊന്നും നമുക്ക് യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്താലൊന്നും കിട്ടില്ല. ഞാൻ എന്നോട് കൂടി ചെറുപ്പത്തിൽ ഇല്ലാണ്ട് പോയപ്പോൾ ഈ പാട്ടൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കമ്പോസിങ് എന്ന് പറയുന്നതിൽ ഇടപെടുന്ന ആളുകളും ഈ എങ്ങനെയാണ് അതിൻ്റെ ഒരു കൾച്ചർ, അതിൻ്റെ ഒരു സംസ്കാരം ഉണ്ടാവുന്നത്. ഇപ്പോൾ യാഗം ഭാസ്കര മാഷിൻ്റെ ഒരു പാട്ടുണ്ട്, തിരുവേദ പുറയുള്ള ഭഗവാനൊരു നാൾ ഗൗരിയെന്നൊരു തീയേക്കിനാവു കണ്ടു മകരീര പൂനിലാവിൽ ദശപുഷ്പങ്ങളും ചൂടി മാങ്കൊമ്പിൽ പൊന്നൂഞ്ഞാലാടിയാടി അതുപോലെ ഒരു നമ്മുടെ നാട്ടിൽ വേറെ പാട്ടുശാഖ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. എന്താ അറിയോ, ഈ പ്രേതങ്ങൾ പാടുക. പ്രേതങ്ങൾ പാടുന്ന ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെയും കേട്ടിട്ടുണ്ടോ പ്രേതങ്ങൾ പാടുപാടുന്നു? പ്രേതങ്ങൾ ഇങ്ങനെ വെള്ള സാരിയെ കൊടുത്തിട്ട് പിന്നെ മുടിയൊക്കെ ഇങ്ങനെ അയച്ചിട്ട് നിലാവുള്ള രാത്രിയിൽ ഇങ്ങനെ പാടിക്കൊണ്ട് പോകുന്ന ഒരു പാട്ടുശാഖ അങ്ങനെയുണ്ടോ? അത് അവിടെ തന്നെ ഉണ്ട്. ഇങ്ങനെ ഫാന്റസി ആയിട്ടില്ലേ ഒരു വിഭ്രമാത്മകമായ ഒരു ലോകത്തിലെ ഒരു പാട്ട്. അങ്ങനെ കുറെ പാട്ടുകളുണ്ട്. അതിലൊരു പാട്ടാണ് നിശാപുഷ്പഗന്ധം കിനാവിൻ്റെ തേന്മാവിൽ പാടി പാടി നീലാവിൻ്റെ പൂങ്കാവിൽ. പിന്നെ വരുന്ന മ്യൂസിക്കൊക്കെ ഭയങ്കര ഹൊററാണ് അല്ലേ?
ഞാൻ പ്രേതാണെന്നുണ്ട്, ഞാൻ ശരിക്കുള്ള ആളെന്നാണ് പ്രേതല്ല. കരിമുകിലെ പൂവേലി മറ്റുപാണി ശിവരാത്രി മദനോത്സവ ശുഭരാത്രി അതുകൊണ്ടാ അപ്പൊ എന്നാണത് ആ പ്രേതം പാടുന്ന മാത്രം അങ്ങനെ കേട്ടെന്ന് ഞാൻ അറിയില്ല. കാരണം വേറെ പല പ്രേതങ്ങൾ പാടുന്ന പാട്ടല്ലേ, നിന്റെ പിള്ളേര് പ്രതികാര ദുർഘടം വരുന്നു എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ ഇതെന്താണ് ഇങ്ങനെ ഒരു ഭയങ്കര റിയലിസ്റ്റ് ആയിട്ട് പാട്ട് ഉണ്ടെന്നത്? ഈ പ്രേതം ഒരു സവർണ പ്രേതമാണ്. കാരണം തിരുവാതിര കളിയും മറ്റേ കൈകൊട്ടി കളിയും അതിലൊക്കെയുള്ള ഒരു സവർണ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി പ്രേതമായപ്പോൾ അവർ അതിനൊക്കെ എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കാറുണ്ട്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ തമാശയൊക്കെ ആലോചിക്കുമ്പോൾ പിന്നെ ഞാനിപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ കുട്ടിക്കുപ്പായത്തിൻ്റെ പാട്ടൊക്കെ പാടും. കുട്ടിക്കുപ്പായത്തിലെ പാട്ടൊക്കെ പാടും. കുട്ടിക്കുപ്പായ എന്ന് പറയുന്ന പടം വളരെ സമ്പൂർണ്ണമായിട്ടും മാപ്പിളപ്പാട്ടുകളുടെ അടിസ്ഥാനമാക്കിയിട്ടുണ്ടാക്കിയ പാട്ടുകളാണ്. അതിലാണോ സുഖീതയാണോ പറഞ്ഞത്? മാസ്റ്റർ ഒരു പാട്ടുണ്ട്, കല്യാണ രാത്രി എന്നൊരു പാട്ട്. നിങ്ങൾ നോക്കിയാൽ ഇപ്പോഴത്തെ അത്ര പെൺകുട്ടികളൊക്കെ കാണാനൊക്കെ പണിയാണ്. ആ കാലഘട്ടത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ പിന്നെ ഒരു കല്യാണ ആദ്യ രാത്രി എന്ന് പറയുന്നത് ഇന്നത്തെ പെൺകുട്ടികൾക്ക് ഇത് സുലഭിക്കാൻ പറ്റും തോന്നുന്നു. കല്യാണ രാത്രി കള്ളികൾ തോഴിമാറുള്ളി പലതും ചൊല്ലി പിന്നെ മെല്ലെ മെല്ലെ മണിയറയിൽ തള്ളി. പിന്നെ നോക്കിയോ ഈ പരിഗ്രഹമുണ്ടായ പെൺകുട്ടിക്ക് എന്താ സംഭവിക്കണമെന്ന് നോക്കിയോ? കാണാതിരിക്കുവാൻ ഞാൻ കൊതിച്ചു, പിന്നെ കഥകിന്റെ പിന്നിൽ പോയി ഞാൻ ഒളിച്ചു, കല്യാണപ്പെട്ടിന്ന് കാണാതിരുന്നപ്പോൾ നീറി കൽബ് നീറി ഞാനും സ്നേഹം കൊണ്ടാകെ രാത്രിയുള്ളൂ. അപ്പോൾ ആലോചിക്കാൻ പിക്ചർ ഒരു ചിത്രം, അതിൻ്റെ മേലെ നമ്മളൊരു ക്യാമറ വെച്ചു കൊടുക്കാൻ മാത്രം മതി. അല്ലാതെ അതിൻ്റെ മേലെ അഭിനയിപ്പിക്കണം വേണ്ട. പാട്ടിൻ്റെ മേലെ ഒരു ക്യാമറ വെച്ചു കൊടുത്താൽ ആ ചിത്രം നമുക്ക് ഒപ്പിയെടുക്കാം. ഇങ്ങനെ അങ്ങനെ ആ കാര്യം പറയുമ്പോൾ നിരവധി കാര്യങ്ങൾ പറയാറുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, കാരണം സമയത്തിൻ്റെ വിഷയമുണ്ട്. നിങ്ങളുടെ വിഷയം കൃഷ്ണ കഴിഞ്ഞാൽ പിന്നെ നാളെ തന്നെ ഈ വെളുക്കി കാണുമ്പോൾ പറയുന്നത് ഞങ്ങൾ കുറേ സമയം പോക്കിയ ഒരു കക്ഷിയായി പോകുന്നത് കൊണ്ട് പിന്നെ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കും. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഏതായാലും ഞാൻ അവസാനിപ്പിക്കാതെ ടീച്ചറിനോട് നാടകഗാനങ്ങളെ പറ്റി പറയാൻ വേണ്ടി പറഞ്ഞിരുന്നു. നാടകഗാനങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അതൊരു വിഷയമാണ്. അതിൽ ഇതുപോലെ ഒന്നിനുള്ളിൽ മാത്രം ഒന്നുള്ളതല്ല. നാടകഗാനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യകാലത്തെ സംഗീത നാടകങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞുള്ള നമ്മൾ ജനകീയ നാടകങ്ങൾ വരുന്ന കാലഘട്ടം മുതലുള്ള പാട്ടുകൾ നമ്മൾ പലപ്പോഴും കൊണ്ടു നടന്നിട്ടുള്ളൂ. ബാക്കി പാട്ടുകൾ ഇപ്പോൾ വിജാംബിക എഴുന്നാരുടെയോ അല്ലെങ്കിൽ മഹാബലിപുട്ടത്തിൻ്റെ പാട്ടുകളൊന്നും ഇപ്പോൾ പലപ്പോഴുമില്ല. സ്മരിപ്പിൻ ഭാരതീയരെ, നമിപ്പിൻ മാതൃഭൂമിയെ, മുലപ്പാൽ തന്ന രമ്മയെ, എന്നാളും മറക്കാമോ എന്നൊക്കെ ഉദ്യോഗിക്കുന്ന പാട്ടുകളുണ്ട്. വിജാംബിക എഴുന്നാര് മഹാത്മാഗാന്ധി കാഞ്ഞങ്ങാട് അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനത്തിൻ്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ചെല്ലുന്ന ഒരു ഇതിലായിരുന്നു. അതിനുവേണ്ടി വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മഹാത്മജി പോകുന്നില്ല. മഹാത്മജി യാത്ര മധ്യേ അദ്ദേഹത്തിൻ്റെ യാത്ര മാറ്റിവെച്ചിട്ട് കേരള യാത്ര മാറ്റിവെച്ചിട്ട് ബോംബെയിലേക്ക് പെട്ടെന്ന് ഒരു ആവശ്യത്തിന് പോകേണ്ടി വന്നുകൊണ്ട് പോവുകയാണ്. അതിൽ അദ്ദേഹം ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വലിയ ആഭാടങ്ങൾ വെടിമരുന്നും അങ്ങനെ അടക്കങ്ങളൊക്കെ ചെയ്ത് വലിയ ആഘോഷമായിട്ടായിരുന്നു അദ്ദേഹത്തെ സ്വീകരിക്കാമെന്ന് കാലഘട്ടം തീരുമാനിച്ചത്. അപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ അന്ന് പറയുന്നത് എന്തിനാണ് ഈ വെടിക്കെട്ടിൽ നിന്ന് ചോദിക്കുന്നത്?
ഇന്ത്യൻ ജനതയുടെ കാത് അടഞ്ഞു കിടക്കുകയാണ്. ആരെ കേൾപ്പിക്കാനാണ് ഇതിനെ ശ്രമിക്കുന്നത്? ഇന്ത്യൻ ജനതയുടെ കാത് മുഴുവൻ അടഞ്ഞു കിടക്കുകയാണ്. പിന്നെ ആരെ കേൾപ്പിക്കാനാണ് നിങ്ങൾ ഈ ഇത്തരം കരിമരുന്ന് പ്രയോഗം നടത്തുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെ നാടകഗാനങ്ങളുടെ KPSC, കാളിദാസ കലാകേന്ദ്രം, പിന്നെ അതുപോലെ തന്നെ ഈ മധ്യ കേരളത്തിലെ നമ്മളെ ജനമേ പോലുള്ള ആളുകളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പാട്ടുകൾ, പട്ടാഞ്ചേരി മാർഗം മറ്റു പാട്ടുകൾ, അതുപോലെ കോഴിക്കോട് നാടകവേദിയിലുണ്ടായിരുന്ന KT മുഹമ്മദിൻ്റെ പാട്ടുകൾ, KT മുഹമ്മദിൻ്റെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഒരു മാപ്പിളപ്പാട്ട് ഇനങ്ങളിലാണ് വരുന്നത്. മുതിനാരയുടെ കയറിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട് അതിൽ നടക്കണമെന്നല്ലേ പറയുന്നത് മരിച്ചു ചെന്നിട്ട് ഇങ്ങനെ തുടങ്ങിയ പാട്ടുകളൊക്കെ കോഴിക്കോട് നാടകവേദിയുടെ ഭാഗമുണ്ടായി ആയിട്ടുണ്ടായി. പക്ഷെ ഇതെല്ലാം ചരിത്രങ്ങളാണ്. നാടക ചരിത്രത്തിലെ പാട്ടുകളല്ല, പാട്ടുകളുടെ ചരിത്രത്തിലെ പാട്ടുകളുമല്ല, മറിച്ച് നമ്മുടെ ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന പാട്ടുകളാണ്. മുസ്ലിം നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് സ്ത്രീകളെ വിദ്യാഭ്യാസ രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള മുസ്ലിം സ്ത്രീ അത് എല്ലാ മതത്തിലും ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിപ്പാട് പറഞ്ഞത് താൻ എഴുതുന്ന ലഘുലേഖകൾ സ്ത്രീകളുടെ അനുകൂലമായിട്ടാണ് എഴുതുന്നത്. പക്ഷേ അത് വായിക്കാൻ സ്ത്രീകൾക്ക് അറിയില്ല. അപ്പോൾ അവരെ എഴുത്തും വായനയും പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് KT മുസ്ലിം സ്ത്രീകളെ വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതാണ് കത്തൂർ അടുക്കള വെച്ച് പടയ്ക്ക് പുറത്തിറങ്ങുന്നത് പറയുന്നത്. അപ്പം ഇങ്ങനെ നാടകഗാനങ്ങളുടെ ലോകം പരിശോധിച്ചാൽ നമുക്ക് വളരെ പലതിനെ പറ്റി ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. താല്പര്യമുള്ള വായിച്ചു നോക്കിയാൽ ചെറിയ സൂചനകൾ കിട്ടും. അതൊക്കെ വെച്ച് വികസിപ്പിച്ചെടുക്കാം. അതല്ലാതെ ഞാൻ വലിയ പണ്ഡിതനൊന്നും അല്ലാത്തതുകൊണ്ട് അത് മുഴുവനായിട്ടും എഴുതിയിട്ടില്ല, അതിൻ്റെ ചരിത്രമൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ ചെറിയ ചെറിയ സൂചനകൾ ഇങ്ങനെ നാടക പാട്ടുകളുടെ ഒരു സ്വത്തും മാറിപ്പോയിട്ട് ഐഡൻറ്റിറ്റി. നാടകപ്പാട്ട് കേട്ടാൽ ഇപ്പോൾ മനസ്സിലാവില്ല. നമുക്ക് നേരെ മറ്റേ KPSC ഒരു പാട്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അതായത് റൂട്ടിലെ പാട്ടുകൾ കേട്ടാൽ മനസ്സിലാവും. പിന്നെ നാടകഗാനം കേട്ടാൽ സിനിമ പാട്ടുകൾ തന്നെയാണ്, അതിലൊരു പ്രത്യേക ഐഡൻറ്റിറ്റി ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താ അതിനകത്ത് പിന്നെ സമയം പോകുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഈ പ്രാദേശികത എന്ന് പറയുന്ന ഒരു കാര്യം, ദേശീയത അല്ലെങ്കിൽ പ്രാദേശികത, എന്നതൊക്കെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്, രാഷ്ട്രീയത്തിലൊക്കെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ P. ഭാസ്കരൻ എപ്പോഴും വിശ്വസിച്ചിരുന്നത് ഈ പ്രാദേശികതകൾ ചേർന്ന ഒരു ദേശീയതയാണ്, എന്നാൽ ഒരു ദേശീയത എന്ന രീതിയിലല്ല. അതുകൊണ്ട് പ്രാദേശിക ഭാഷകളെ അദ്ദേഹം വളരെയേറെ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ ഭാഷകളെ അദ്ദേഹം പാട്ടിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ. അത് 1959 നാടോടികൾ എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതിയൊരു പാട്ട്. ആ പാട്ടിനെ പറ്റി ഞാൻ എൻ്റെ എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ, നമുക്ക് വടക്കൻ കേരളത്തിൻ്റെ ഒരു ഭാഷയുണ്ട്. ഇപ്പം മാമക്കോയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഭാഷ കോഴിക്കോട് വടക്കും കാസർഗോഡൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് മലയാളമാണെന്ന് തന്നെ സംശയമില്ല. പിന്നെ മധ്യ കേരളത്തിലൊരു ഭാഷയുണ്ട്, തൃശ്ശൂർ, ഈ തിരുവനന്തപുരത്തേക്ക് കഴിഞ്ഞ വേറൊരു ഭാഷയുണ്ട്. ഇതിലൊക്കെ നമുക്കിപ്പോൾ ആ ഭാഷകളൊക്കെ നമ്മൾ സിനിമകളിലൊക്കെ കൈകാര്യം നമുക്കറിയാൻ പറ്റും ആ ഭാഷകളെ കുറിച്ച്. പക്ഷെ P. ഭാസ്കരൻ ചെയ്യുന്നത് ഈ 3 ഭാഷകളും കൂടി ഒരു പാട്ടിൽ കൊണ്ടുവരികയാണ്. ഒരു പാട്ടിൽ 3 സ്ഥലത്ത് ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ പെണ്ണ് കാണാൻ പോകുന്നത്. ആദ്യം തെക്കൻ കേരളത്തിലാണ് പോകുന്നത്. അപ്പോൾ അയാൾ പറയുന്നത്, തെക്ക് 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 നമ്മൾ പെണ്ണിനെ കണ്ട്, നമ്മൾ പെണ്ണിനെ കണ്ട്, നിക്ക് നിക്ക് പൊന്നെ കണ്ണേ എന്ന് പറഞ്ഞു, ഒക്കത്തില്ല ഇണ്ടത്തില്ല കാണത്തില്ല എന്ന് പറഞ്ഞ് നാക്കുകൊണ്ടൊരു പെടപെടച്ച് നടന്ന് പെണ്ണ്. നാക്കുകൊണ്ട് കടപടച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ പറയുന്നത് അങ്ങനത്തെ പറയാം. തെക്ക് 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 ചെന്നൊരു പെണ്ണിനെ കണ്ട്, നമ്മൾ പെണ്ണിനെ. ഈ പാട്ട് ചെയ്താലെന്നറിയോ, ഈ ദക്ഷിണമൂർത്തിയാണ്. നിക്ക് നിക്ക്
പൊന്നേ കണ്ണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഒക്കത്തില്ല, മിണ്ടത്തില്ല, കാണത്തില്ല എന്ന് പറഞ്ഞ് നാക്ക് കൊണ്ടൊരു പെടപെടച്ച് നടന്ന് പെണ്ണു. ഇനി എവിടെയാണ് ഞങ്ങളുടെ നാട്ടിൽ വടക്കൻ വടക്ക് 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 പോയൊരു പെണ്ണിനെ കണ്ട് നമ്മൾ ഇതിനൊരു പരിഭാഷ ആവശ്യമാണ്. പെണ്ണിനെ കണ്ട് എനിക്ക് പ്രേമം പെരുത്തു പോയെന്നവളോട് പറഞ്ഞ് വരുന്നില്ലൊളി വേണം എന്ന് പറഞ്ഞ് വൈരം കൊടുത്തിട്ട് സുന്ദരി പെണ്ണ് പാഞ്ഞ് മറഞ്ഞ്. വൈരം കൊടുക്കാൻ അറിയോ? ബഹളം വെച്ചിട്ട് വൈരം കൊടുക്കാൻ ഇപ്പൊ ആരും ഉപയോഗിക്കില്ലേ? ഭയങ്കര കഷ്ടച്ചുണ്ട് അത് അപ്പൊ ഇങ്ങനെ വടക്ക് 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 പോയൊരു പെണ്ണിനെ കണ്ട് നമ്മൾ പെണ്ണിനെ കണ്ട് എനിക്ക് പ്രേമം പെരുത്തു പോയെന്നവളോട് പറഞ്ഞു വരുന്നില്ലപ്പാ കിഞ്ഞൊളി അറിയാമല്ലേ? അറിയിക്കൊണ്ട് കിഞ്ഞൊളി വേണം എന്ന് പറഞ്ഞ് വൈനം കൊടുത്തിട്ട് സുന്ദരി പെണ്ണ് പാഞ്ഞ് മറഞ്ഞ്. ഇനിയല്ലേ ബാക്കി? നടുക്ക് 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 ചെന്നൊരു നാരിയെ കണ്ട് ഞങ്ങൾ നാരിയെ കണ്ട് തടുത്ത് നിർത്തി തേനി മുക്കിയ വാക്ക് പറഞ്ഞു എന്തൊക്കെ നിങ്ങൾ മെനട്ട് കേൾക്കണേ എന്ന് പറഞ്ഞ് പണ്ടാടത്തെ ശപിച്ചവർ നാട് കടന്നു. ആലോചിക്കേ, രചന ഭംഗിയൊക്കെ ഒരു തമാശക്കുള്ളതല്ലോ ഭാഷ. നടുക്ക് 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 ചെന്നൊരു നാരിയെ കണ്ട് ഞങ്ങൾ നാരിയെ കണ്ട് തടുത്ത് നിർത്തി നേരിൽ മുക്കിയ വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് പണ്ടാടങ്ങട്ടെ എന്ന് പറഞ്ഞു എന്ന് ശപിച്ച പണ്ടാട് കടന്നു. തെക്ക് എനിക്ക് പെണ്ണി കിട്ടിയാണ്. അപ്പൊ ഈ ഭാഷാപരമായ വ്യത്യസ്തതകളെ പ്രാദേശികതകളെ ചേർത്ത് ഒരു ദേശീയ ഭാഷയാക്കിയ ഒരു മാറ്റമാണ് ഭാഷ. നമുക്ക് ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ പാട്ടിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇപ്പൊ നാളികേരത്തിന്റെ നാട്ടിൽ നിന്നുള്ള പാട്ടിലെ നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു പാട്ടില് നിങ്ങളേക്ക് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പൊ എന്താണ് നോമ്പും തന്നെ നോമ്പും നോട്ടിനെ കാത്തിരിക്കും വാഴക്കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട് എന്നാണ്. ചാമ്പക്ക ചുണ്ടുള്ള ചന്ദനക്കവലുള്ള ചാട്ടുളിക്കണ്ണുള്ള പെണ്ണുണ്ട്. അന്നത്തെ അതിൻ്റെ ആലോചനകൾ അങ്ങനെ വരുന്നത്. അതേപോലെ തന്നെയാണ് മറ്റേ പാട്ട് കാത്തിരിപ്പാണ്. അതാണ് മാമലകൾക്കപ്പുറത്ത് മരകരപ്പട്ടൊരിക്കും മലയാളം കൊച്ചുമ. എനിക്കൊന്ന് മലയാളത്തിൻ്റെ നാട് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഭാസ്കര ഭാഷയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. കേരളം എന്നല്ലാതെ മലയാളം എന്നൊരു നാട്. കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട് കാടും തൊടികളും കനകനിലാവത്ത് കൈകൊട്ടി കളിക്കുന്ന നാടുണ്ട്. ഇതിനെന്ന് വെച്ചാൽ ഈ തുറക്കാത്ത വാതിൽ എന്ന് പറയുന്ന സിനിമയിൽ മദ്രാസിലാണ് ഈ കഥാപാത്രം, ഈ പാടുന്ന കഥാപാത്രം, അതായത് ബ്രഹ്മസിന്റെ കഥാപാത്രം എന്ന് തോന്നുന്നു. ഈ നാളികേരത്തിൻ്റെ നാട്ടിൽ നിൽക്കുന്ന നാളികേരം കാണുന്നത്. അപ്പോൾ എന്താണ് ഈ വടക്കൻ കേരളത്തിലൊരു പെൺകുട്ടിയാണ് അയാളുടെ സ്വപ്നം കാണുന്നത്. അപ്പോൾ അയാൾ പറയുന്നത് പിന്നെ ഓരോരോ തീവണ്ടി ഓടിയെത്തുമ്പോഴും ഓടുന്ന മുറ്റത്ത് നീയുന്നു. അപ്പോൾ അന്ന് മദ്രാസ് മെയിലുണ്ട്, മദ്രാസ് മെയിൽ അന്നുണ്ട്. അപ്പോൾ മദ്രാസ് മെയിൽ എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ ഓരോരോ തീവണ്ടി ഓടിയെത്തുമ്പോഴും നീ പിന്നെ മുറ്റത്ത് നീയെന്നും പറഞ്ഞാൽ മദ്രാസ് മെയിലേ ഉള്ളൂ. ഇന്നത്തെ പോലത്തെ വേറെ വണ്ടികളൊന്നുമില്ല. അപ്പോൾ കല്ലുവെട്ടാകൂടി കക്കര വെച്ചെന്നോ ഉള്ളു തുറന്നതിന് സ്നേഹമേ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഈ മാമലകൾക്കപ്പുറം എന്നുള്ള പാട്ട് പാടുന്ന ആരാണ്? അത് പാർപ്പുറത്തിൻ്റെ നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന നോവലാണ് അതിൻ്റെ ആധാരം. അത് പട്ടാളക്കാരനാണ്, ഉത്തരേന്ത്യയിലെ പട്ടാളക്കാരനാണ്. അയാൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങോട്ട് വരാനാണ്. അപ്പം അയാൾ പറയുന്നത് മധുരക്കിനാവിൻ്റെ മായാഭിമാനത്തിന് മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിവില്ലല്ലോ എന്നാണ്. ഒറ്റ ദിവസം കൊണ്ട് വിചാരിച്ചപ്പോഴൊക്കെ പ്രാണസഖീനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വരാൻ സാധ്യതയില്ല. അപ്പം അദ്ദേഹം പാടുന്നത് എന്താണ്? മധുരക്കിനാവിൻ്റെ മറ്റൊരു പറയുന്നത് ഓരോരോ തീവണ്ടി ഓടിയെത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഈ തീവണ്ടി പോകുന്ന പോലെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു.
കാത്തിരിപ്പ് പറഞ്ഞ വേറെ കാത്തിരിപ്പുകളുണ്ട്. അതായത് അങ്ങനെ കണ്ടെഴുതി ആദ്യം കാല് ചാർത്തി അറപ്പുരവാതിൽ ഞാൻ കാത്തിരുന്നു എന്ന് പറഞ്ഞ വടക്കമ്പാട്ടിൻ്റെ ഒരു കാലഘട്ടത്തിലെ പെണ്ണാണ്. മുടിമേലെ കെട്ടിവെച്ചു, തുറനാടൻ കട്ടെടുത്തു, മുക്കുറ്റി ഏതെങ്കിലും പദം വടക്കമ്പാട്ടിൽ അല്ലാത്ത ഉണ്ടെന്ന് ശ്രദ്ധിച്ചു നോക്കും. പൂശരീരം മുറിച്ചു വെച്ചു, തുമ്പപ്പൂ ചോറ് വിളമ്പി, ആശിച്ച കറിയെല്ലാം നിരത്തി വെച്ചു, പുല്ലുകൾ ഉറങ്ങിയിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും കള്ളനവൻ കണ്ട് ഒക്കെ വടക്കമ്പാട്ടിലെ വാക്കുകളാണ്. ഇതേ കാത്തിരിപ്പ് വിഭാസം കുഞ്ഞാലി മരക്കാർ വരുമ്പോൾ ചെയ്യുന്ന മുറ്റത്ത് പൂക്കണ മുല്ലത്തോടിയിൽ മുട്ടിച്ചേരിപ്പിന്റെ ചിത്തം കേട്ടപ്പോ ഞെട്ടിപ്പിടഞ്ഞതെന്തേ കൽബിലെ കുട്ടിപ്പനങ്കിലെ ഒരു മെതിയടിയുടെ ശബ്ദം പുറത്ത് കേട്ടപ്പോൾ നമ്മുടെ മനസ്സിൽ കുട്ടിപ്പനങ്കിടി പാടിപ്പോയിന്നാണ് ഭാവം. ഇനി ഇതുമല്ലാതെ ഭാർഗവി നിലയത്തിൽ BA വരെ പഠിച്ച ഒരു പെൺകുട്ടി ഭാർഗവി, അവർക്ക് നൃത്തത്തിനോട് താല്പര്യമുണ്ട്, അവർക്ക് സാഹിത്യത്തോട് താല്പര്യമുണ്ട്, അവർക്ക് പ്രസംഗത്തോട് താല്പര്യമുണ്ട്. അങ്ങനെ ഒരു പെൺകുട്ടി സാഹിത്യത്തിൽ പാടുന്ന എങ്ങനെയാണ്? വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവ് കണ്ടു, കിളിവാതിലിൽ മിഴിയും നട്ട് കാത്തിരുന്നു. മൂന്ന് കാത്തിരിപ്പിനെയാണ്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വൈവിധ്യങ്ങൾ ഈ ഭാസ്കരൻ മാഷയുടെ പാട്ടുശാഖയിലെ വൈവിധ്യങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അതിൽ തന്നെ പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു, കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ. വസന്തമോ വന്നു കഴിഞ്ഞു, പഞ്ചമിയും വന്നണഞ്ഞു, വന്നില്ലൻ കണ്ണിൻ മുന്നിൽ വരേണ്ടയാൾ. ഈ കുട്ടി വരേണ്ടയാൾ മാത്രമെന്ന് പറയുമ്പോഴും കിളിവാതിൽ വിഴിയുന്നിട്ട് കാത്തിരുന്നു എന്ന് പറയുമ്പോഴും വടക്കമ്പാടിലെ പെണ്ണ് പറയുന്നത് എന്താ? കള്ളനവൻ വന്നില്ല എന്നാണ്. കവിതയിലെ അദ്ദേഹത്തിന്റെ രചനയുടെ സവിശേഷതയാണ് കള്ളനവൻ വന്നില്ല. അവര് വളരെ പ്രേമപൂർവ്വമാണ് കള്ളനെ വിളിക്കുന്നത്. അല്ലാണ്ട് അവളെ ഹൃദയത്തെ ചോർന്നെടുത്ത ഹൃദയ ചോരനായിട്ടുള്ള ആളെ നമ്മൾ കള്ളനെന്ന് വിളിക്കുന്നു. അത് വന്നില്ല. മറ്റൊരു പറഞ്ഞ വന്നില്ല കണ്ണിന് മുമ്പിൽ വരേണ്ടയാൾ. അപ്പൊ കുറച്ച് കവിതയൊക്കെ അല്ലേ? പിന്നെന്താ? ഓരോരോ കാലടി ശബ്ദം. ചിത്രം സങ്കല്പിക്കും. നമ്മുടെ ഭാർഗവി നിലയത്തിലെ ചിത്രീകരണം വിട്ടിട്ട് നമ്മൾ ചിത്രം ഓരോരോ കാലടി ശബ്ദം ചാരത്തെ വഴിയിൽ കേൾക്കെ തോരുമൻ കണ്ണീരൊപ്പി ഓടിച്ചെല്ലും വളയൊച്ചകൾ കേൾപ്പിക്കാതെ ആരും ആരും വന്നതില്ല, ആരും ആരും അറിഞ്ഞതില്ല, ആരും ആരും വന്നതില്ല, ആരും ആരും അറിഞ്ഞതില്ല. ആത്മാവിൽ സ്വപ്നവുമായി കാത്തിരുന്നു ഞാൻ. ആത്മാവിൽ സ്വപ്നമായൊന്നും വടക്കമ്പാടിനെ പറയിച്ചിട്ടില്ല. കിളിവാതിലിൽ മിഴിയും തട്ടി പറയിച്ചിട്ടില്ല. വരേണ്ടയാൾ മാത്രം പറയിച്ചിട്ടില്ല. വളരെ ഡിഫറെന്റ്. ഒരു കാമുകനെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. സംസ്കാരം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രതലം മാറുന്നതിൻ്റെ ഭൂമിക മാറുന്നതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ഈ പാട്ടുകളുടെ ഈ രീതികളും അതിൻ്റെ കമ്പോസിങ്ങും അതിൻ്റെ
ഞാനൊരു ഓട്ടപ്രദക്ഷിണമാണ് നടത്തിയത്. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ പ്രത്യേക വിഷയമല്ല ഇത്. ഭാസ്കര മാഷയുടെ ലാവണ്യ നിലകൾ എന്ന് പറയുമ്പോൾ വലിയ വിശാലമായൊരു വിഷയമാണ്. അപ്പോൾ അത് ഈ സമയം കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക ഇത് നിന്നോട് പറയാൻ പ്രയാസമാണ്. ഞാൻ അങ്ങനെ ഒരു വലിയ പ്രഭാഷകനൊന്നുമല്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാനും പ്രയാസമാണ്. എനിക്ക് അപ്പോൾ ഓർമ്മ വരുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറയുമെന്ന് മാത്രമേ. അപ്പോൾ ഓർമ്മകൾ തന്നെ കുറേ ധാരാളമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ അതിങ്ങനെ പറയുമെന്ന് മാത്രമേ. ഏതായാലും എങ്ങനെയാണ് ഈ വ്യത്യസ്തമായ സംസ്കാരങ്ങളെ നമ്മുടെ ഗാനങ്ങളാക്കി കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞത്. വ്യത്യസ്ത സംസ്കാരം, മാപ്പിള സംസ്കാരമായാലും അത് പുല്ലുവാന്മാരുടെ സംസ്കാരമായാലും മറ്റു തരത്തിലുള്ള മറ്റ് സമൂഹങ്ങളുടെ ഓരോ സമൂഹങ്ങളുടെ സംസ്കാരത്തെ എങ്ങനെയാണ് അവരുടെ ചിന്തകൾ, അവരുടെ വാക്കുകൾ, അവരുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാവനകൾ ഒക്കെ എങ്ങനെയാണ് വാക്കുകളിലാക്കുന്നതിനെ കുറിച്ചാണ് നമ്മളെപ്പോഴും ആലോചിച്ച് നോക്കിയത്. എഴുത്തുകാരനെ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. ഞാൻ രാവിലെ വർഷമാഷോട് ഞാൻ പറയുന്നത്, കാരണം നമ്മളെപ്പോഴും പാട്ടുകാരനെ മാത്രമേ കാണുള്ളൂ, നമ്മൾ എഴുത്തുകാരനെയും സംഗീത ലേഖനങ്ങളും കാണുന്നില്ല. നമ്മൾ യേശുദാസിനെ ഇവിടെ പത്മവിഭൂഷണം വരെ കൊടുത്തു, ഇന്നലെ പറയുകയും പത്മഭൂഷണം വരെ പറയും അതുപോലെ കൊടുത്തു. പക്ഷേ ഇവിടുത്തെ പി ഭാസ്കരന് കൊടുത്തിട്ടില്ല, പത്മശ്രീ പോലും കൊടുത്തിട്ടില്ല. നമ്മളിവിടുത്തെ ഒരു എഴുത്തുകാരനും കൊടുത്തില്ല, വൈവിധ്യത്തിന് മാത്രമേ പത്മശ്രീ കൊടുത്തുള്ളൂ. കെ രാഘവമാർക്ക് മാത്രമേ ഒരു പത്മശ്രീ. അത് അദ്ദേഹം 98 വയസ്സ് വരെ ജീവിച്ചോട്ടാണ്. സത്യത്തിൽ സംഗീതത്തെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് 98 വയസ്സാണ്. ഞങ്ങളുടെ നാട്ടിലൊരു കഥകളിക്കാരുണ്ട്, ചേമഞ്ചേരി കുഞ്ഞിരാമനായിരുന്നു. ചേമഞ്ചേരി കുഞ്ഞിരാമനാക്കിയ പത്മശ്രീ കൊടുത്തപ്പോഴാണ് 102 വയസ്സിലാണ്. അപ്പോൾ അതിന് തന്നെ ഒരു സമ്മാനം വേറെ കൊടുക്കണം. അദ്ദേഹം നേരിട്ട് പത്മവിഭൂഷണം കൊടുക്കണം, പത്മശ്രീയല്ല കൊടുക്കേണ്ടത്. കാരണം ഇത്രയും വയസ്സിലുള്ള മനുഷ്യൻ ജീവിച്ചില്ല. അപ്പോൾ അവന് സാറിനൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വേറെ ആരെയും പരിഗണിച്ചില്ല. ഇപ്പം ശ്രീകുമാരൻ നമ്പി സാർ ഇവിടെ പി ജയചന്ദ്രൻ പാട്ടുകാരൻ അദ്ദേഹത്തിനും പരിഗണിച്ചിട്ടില്ല. കാര്യം അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത് അത്തരം അംഗീകാരങ്ങളെക്കാളും പ്രധാനം പി ഭാസ്കരൻ നമ്മുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നുള്ളതാണ്. അദ്ദേഹം നമ്മുടെ മനസ്സിൽ മലയാളികളുടെ കാലം വരെ പി ഭാസ്കരൻ്റെ മഞ്ഞണി പൂനിരാവ് എന്ന പാട്ടിൽ നിങ്ങളെല്ലാവരും കുട്ടികളൊക്കെ അറിയുന്ന പാട്ടുകളായിരുന്നു. മഞ്ഞണി പൂനിരാവ്, വേരാറിൻ്റെ മഞ്ഞൾ അരച്ച് വെച്ച് നീരാടുമ്പോൾ രാഘവമാഷയുടെ പാട്ടെടുക്കും നഗരമെന്ന്. അതിലൊരു വരിയുണ്ട്, എന്താണ്? പാതിരാപ്പാലകൾക്ക് വിരലിൽ പൗർണമി മോതിരം അണിയിക്കും നല്ല മാസത്തിൽ താമിയൂരമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിന്ന വെക്കുമ്പോൾ. പി ഭാസ്കരൻ മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ചിതയ്ക്കൊക്കെ തീ കൊടുത്ത സമയത്ത് കോഴിക്കോട് വെച്ച് അനുശോചന സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമയത്ത് എം ടി ഭാസ്കരൻ വളരെ വളരെ വികാര എന്താ പറയുക, ആകെപ്പെട്ട ഇമോഷണലായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു അദ്ദേഹത്തിന് സംസാരിക്കാനായിട്ട്. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓരോരുത്തർ പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വികാരം. അദ്ദേഹത്തിൻ്റെ വാസു എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആളാണ് പി ഭാസ്കരൻ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കൊഴിഞ്ഞു പോകുന്നല്ലോ എന്നുള്ളൊരു വികാരം വരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം അവിടെ പറയുകയുണ്ടായി, ഈ പാട്ടിൻ്റെ സമയത്ത് അദ്ദേഹത്തോട് എം ടിയോട് ചോദിച്ചത് അല്ല, എം ടി പി ഭാസ്കരനോട് ചോദിച്ചത് എവിടെയാണ് ഈ താമിയൂർ അമ്പലം ഉള്ളത്? അപ്പോൾ എം ടിയോട് പി ഭാസ്കരൻ പറഞ്ഞ മറുപടി, വാസു അത് നിന്റെ വീട്ടിനടുത്ത് എവിടെയാണെന്ന് തോന്നുന്നില്ലേ? അങ്ങനെ മലയാളിക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിനടുത്തൊരു താമിയൂർ അമ്പലം ഉണ്ടെന്ന് തോന്നിപ്പിക്കുക, അതാണ് കേരളീയ മലയാളം എന്ന് പറയുന്നത്, ഭാഷ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മലയാളിയുടെ എത്ര തലമുറ വന്നാലും ഇറങ്ങിപ്പോകാൻ പറ്റില്ല. അങ്ങനെ അത് കുടിയിരിക്കും. ഒരുപക്ഷെ പേരൊന്നും അറിയില്ല, പക്ഷെ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെല്ലാവരും അറിയും. ഇപ്പോൾ കരിമുകിൽ കാട്ടിലെ എന്ന പാട്ടിനെ വരികെടുത്തിട്ടാണ് കേരള കൗമുദി അദ്ദേഹം മരിച്ചപ്പോൾ ഒരു ക്യാപ്ഷൻ, ഒരു ഹെഡ്ലൈൻ ഫ്രണ്ട് പേജിൽ മടങ്ങുന്നു പള്ളി തേരിയിരിക്കുന്നത്. മടങ്ങുന്നു ഒരു ദൗത്യം നിർവഹിച്ച് മടങ്ങിപ്പോകുന്നു എന്നാണ്. അല്ലാതെ അദ്ദേഹം മരിച്ചു, അന്തരിച്ചു, വിടവാങ്ങി ഇതൊന്നുമല്ല. ഇങ്ങനെയാണ് പറ്റുന്നത്. പക്ഷെ മടങ്ങുന്നു പള്ളിത്തേരി. മലയാള ഭാഷയോട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, മലയാള സംസ്കൃതിയോട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു ഒരു മനുഷ്യനാണ് അതിനർത്ഥം. അങ്ങനെയുള്ള ഒരാളെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മളിവിടെ നിങ്ങൾ ഇത്ര നേരം തന്നെ കേട്ട കുറച്ചു പേർക്കെങ്കിലും അദ്ദേഹത്തെ പറ്റി തുടർന്ന് പഠിക്കുവാൻ താല്പര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഉണ്ടാകാൻ
വരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇതൊക്കെ ചെറുതായി കാണുന്ന കാര്യങ്ങളല്ല. നിങ്ങളിൽ നിന്ന് ഈ സമൂഹം ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ സാർ പറഞ്ഞ പോലെ ഒരു ജോലി മാത്രമല്ല, നിങ്ങളിൽ നിന്ന് ഒരു വലിയ സൗന്ദര്യാത്മകത ഈ സമൂഹത്തിൽ പ്രസരിപ്പിക്കുന്നു. ഈ ഭാസ്കരൻ പ്രസരിപ്പിച്ചതുപോലെ, ബാബുരാജ് പ്രസരിപ്പിച്ചതുപോലെ, രാഘവ മാസ്റ്റർ പ്രസരിപ്പിച്ചതുപോലെ, വൈൻബി പ്രസരിപ്പിച്ചതുപോലെ ഒരു പ്രസരണം നിങ്ങളിൽ നിന്ന് ഈ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങളെ പോലുള്ള മുതിർന്നവർ പ്രതീക്ഷിക്കുന്നത്. ഞാൻ നിങ്ങളെ എവിടെ ജോലി ചെയ്യുന്നു, നിങ്ങളുടെ ബാങ്കിൽ എത്ര പണമുണ്ട്, ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ബാധകമല്ല. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും മാത്രമേ ബാധകമുള്ളൂ. എനിക്കത് ബാധകമല്ല, എൻ്റെ സമൂഹത്തിന് ബാധകമല്ല. പക്ഷെ അത് ഉണ്ടാക്കാനുള്ള സർക്കാരും കോളേജും ഒക്കെ ചേർന്ന് ഇത്തരം കാര്യങ്ങൾ ഗൗരവമായി പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത് എത്രത്തോളം നിങ്ങൾക്ക് രുചിച്ചോ എന്ന് എനിക്കറിയില്ല. രുചിച്ചില്ലെങ്കിൽ എന്നെ വെറുതെ വിടുക എന്നൊരു ഭാവം ആശ്രമവൃതം എന്നൊക്കെ പറയുന്നത് പോലെ പിന്നെ ടീച്ചർ പറഞ്ഞ പാട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് പാടാം.